വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ക്രിസ്മസ് എക്സാമിന് വേണ്ടുന്ന കുറച്ച് 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും ഒക്കെ കുറേ ക്വസ്റ്റ്യൻ ആൻസറുകളാവുകയുള്ള കേട്ടോ. ടെസ്റ്റ് കിടന്ന് ഒരുപാട് വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും വായിക്കാൻ മടിയുള്ളവർക്കും ഒക്കെ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. 1 മാർക്കിൻ്റെ 125 ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ചിലത് ഒരെണ്ണം തന്നെ ഞാൻ 2 വട്ടമൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ക്ഷമിച്ചേക്കണേ, കാരണം അറിയാതെ എഴുതി പോകുന്നതാണ്. എന്നാലും അത് ഒന്നുകൂടെ പഠിക്കുന്നതല്ല കേട്ടോ. അപ്പം നിങ്ങളിത് വൃത്തിയായിട്ട് പഠിക്കുക എന്നുള്ള നമ്മൾ 5, 6, 7, 8 ചാപ്റ്ററിൻ്റെ ഫുൾ നോട്ടുകളും ആദ്യത്തെ ഒക്കെ ഉണ്ട് കുഞ്ഞുങ്ങളെ. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസറുകളായി പോകും. നിങ്ങൾ തന്നെ അങ്ങ് ഞെട്ടിപ്പോയതെല്ലാം ഞങ്ങൾ പഠിച്ചിട്ട് ഇനിയും പോകണോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട് വരും അല്ലേ. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾക്ക് പാടാം അല്ലേ. സോഷ്യൽ എന്നൊക്കെ കേൾക്കുമ്പോൾ ഇതെല്ലാം കൂടെ എപ്പോൾ പഠിക്കാനാണ് എന്നൊരു ചോദ്യമാണ് അല്ലയോ. ഒത്തിരി ഉണ്ട് എന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ കണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ എല്ലാം ചുരുക്കിയ കുഞ്ഞുങ്ങളെ എല്ലാത്തിൻ്റെയും മലയാളവും ഇംഗ്ലീഷും എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് മലയാളം അർത്ഥം മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. മലയാളം മീഡിയക്കാർക്കും ഓരോന്നിൻ്റെ ഇംഗ്ലീഷ് എന്തോന്നും ഒക്കെ പഠിക്കാൻ പറ്റും. അപ്പം നിങ്ങളത് വൃത്തിയായിട്ട് എഴുതിയെടുത്ത് പഠിക്കണം കേട്ടോ. എഴുതിയെടുത്ത് മാത്രം ബുക്കിനകത്ത് വെച്ചാൽ പോരാ. ഇത് ഇപ്പം തന്നെ അങ്ങ് പഠിച്ചു കുഞ്ഞുങ്ങളെ. ഇപ്പം ഞാനൊരു 20 എണ്ണം പറയുവാണെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു 10 എണ്ണമെങ്കിലും കാണാതെ പറയാൻ അന്നേരം തന്നെ അങ്ങ് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. 20 പഠിച്ചു വെച്ചാൽ അത്രയും നല്ലത്. കാരണം നിങ്ങൾക്ക് അത്രയും ബാക്കി വിഷയങ്ങൾ പഠിച്ചുകൂടായോ. അപ്പം നമുക്ക് തുടങ്ങാം കുഞ്ഞുങ്ങളെ. നോക്കിയേ, ദ ലാർജസ്റ്റ് ഹോട്ട് ഡിസേർട്ട് ഏതാണ്? ഏറ്റവും വലിയ ഉഷ്ണ മരുഭൂമി ഏതാണ്? സഹാറ. ഞാനൊരു ഇച്ചിരി സ്പീഡിൽ പോവാണ്. നിങ്ങൾ വൃത്തിയായിട്ട് പോസ് ചെയ്തിട്ടിട്ട് സമാധാനത്തെ എഴുതിയെടുക്കണം കേട്ടോ. കാരണം നമുക്ക് എല്ലാ ചാപ്റ്ററുകളും ഒന്ന് ഓടിച്ചിട്ട് പറയേണ്ടതുണ്ട്. ഞാനൊരു ഇച്ചിരി സ്പീഡിൽ പോവാണ്. നിങ്ങൾ കറക്റ്റായിട്ട് എഴുതിയെടുത്തോണേ. ദ ലാർജസ്റ്റ് ഹോട്ട് ഡിസേർട്ട് സഹാറ. ഏറ്റവും വലിയ ഉഷ്ണ മരുഭൂമി സഹാറയാണ്. ദ ഹയസ്റ്റ് മൗണ്ടൈൻ. ഏറ്റവും ഉയരമുള്ള പർവ്വതം കിളിമഞ്ചാരോ കേട്ടോ. വാസ്റ്റ് ഗ്രാസ് ലാൻഡ് സാവന്ന. വിശാലമായ പുൽമേടുകൾ എന്നറിയപ്പെടുന്നത് സാവന്ന. പേരൊക്കെ ഒന്ന് സ്പെല്ലിങ്ങും പഠിച്ചു വെച്ചേക്കണേ കേട്ടോ. നമ്മൾ സഹാറ, കിളിമഞ്ചാരോ, വാസ്റ്റ് ഗ്രാസ് ലാൻഡ്, പിന്നെ ദ റിവർ ബാസിൻ വിത്ത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. ഉഷ്ണമഴക്കാടുകൾ ഉൾക്കൊള്ളുന്ന നദീതടം. ഉഷ്ണമഴക്കാടുകൾ ഉൾക്കൊള്ളുന്ന നദീതടം കോംഗോ. CONGO കോംഗോ. മെറ്റീരിയൽ കൾച്ചർ എന്ന് വെച്ചാൽ എന്താണെന്നുള്ളത്. മെറ്റീരിയൽ കൾച്ചർ അതായത് ബുക്ക്, ഷർട്ട്, ഹൗസ്, ബാഗ്, ഫോണ്, വാച്ച്, പെന്ന് എന്ന് വെച്ചാൽ ഇതിനൊന്നും ജീവനില്ല സത്യത്തിലുണ്ടോ? എവിടെയെങ്കിലും വെച്ചാൽ അവിടെ അങ്ങിരുന്നോളും ഇല്ലേ. അങ്ങനെയുള്ളതിനെ നമ്മൾ ഭൗതിക സംസ്കാരം എന്നാണ് പറയുന്നത് കേട്ടോ. ഷർട്ട് മലയാളം ഇംഗ്ലീഷും എല്ലാം കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഓരോ സാധനങ്ങളുടെ പേര് പറയുമല്ലോ. ഓരോ സാധനങ്ങളുടെ പേര് പറയുകയാണെങ്കിൽ അതെല്ലാം മെറ്റീരിയൽ കൾച്ചറാണ് കേട്ടോ. ഇപ്പം തന്നെ അങ്ങ് പഠിച്ചു പോണേ. എന്നാൽ നോൺ മെറ്റീരിയൽ കൾച്ചർ എന്താവും നിങ്ങളെ? നോൺ മെറ്റീരിയൽ ഭൗതികേതര സംസ്കാരം. മറ്റേത് ഭൗതിക സംസ്കാരം, ഇത് ഭൗതികേതര സംസ്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സ്നേഹം അല്ലേ, ഒരു ബഹുമാനം, ഭാഷ, ജ്ഞാനം, ഉത്സവങ്ങൾ അല്ലേ. സ്നേഹവും ബഹുമാനവും ഒക്കെ എന്താണ്? നോൺ മെറ്റീരിയൽ കൾച്ചറാണ് അല്ലേ. നമുക്കതിൻ്റെ അളവ് വല്ലതും പറയാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പോൾ എനിക്ക് ജ്ഞാനമുണ്ട്, അറിവുണ്ട്, അത് എങ്ങനെയാ വല്ലതും പറയാൻ പറ്റുമോ ഇല്ലേ. ഒരാളോടൊരു ബഹുമാനമുണ്ട്, അതിനൊന്നും ഒരളവില്ല സത്യത്തിൽ അല്ലേ. അങ്ങനെ ഭൗതികേതര സംസ്കാരവും ഭൗതിക സംസ്കാരവും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. എക്സ്പ്ലനേഷൻ അറിയത്തില്ലെങ്കിൽ തന്നെ ഇതെങ്കിലും എഴുതി വെക്കണേ കേട്ടോ. അത് പഠിച്ചോണം എന്താണെന്നുണ്ട് നമ്മുടെ ഈ നോട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇന്ത്യയുടെ വൈവിധ്യത്തെക്കുറിച്ച് വിവരിക്കുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ പുസ്തകത്തിൻ്റെ പേരെന്താണ്? ഇന്ത്യയുടെ വൈവിധ്യത്തെക്കുറിച്ച് വിവരിക്കുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ പുസ്തകത്തിൻ്റെ പേര് ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നാണ് കേട്ടോ. ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ. ഓക്കെ ആണേ. അടുത്തത്, വാട്ട് ഈസ് ദ ബുക്ക് ബൈ ജവഹർലാൽ നെഹ്റു ദാറ്റ് ഡിസ്ക്രൈബ് ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ? എൻ്റെ ഇംഗ്ലീഷ് ആട്ടോ. ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ. ഇപ്പം മലയാളം പറഞ്ഞേൻ്റെ. സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് നാം പഠിക്കുന്ന പ്രക്രിയ എന്താണ്? സമൂഹത്തിൽ നാം എങ്ങനെ പെരുമാറണമെന്ന് ഒരു പ്രക്രിയ ഉണ്ടല്ലേ, അതിനെ സാമൂഹ്യവൽക്കരണം എന്നാണ് പറയുന്നത്. വാട്ട് ഈസ് ദ ലേണിംഗ് പ്രോസസ് ത്രൂ വിച്ച് വി ലേൺ ടു ബിഹേവ് ആൻഡ് ഇൻറ്ററാക്ട് ഇൻ സൊസൈറ്റി? എന്താ നിങ്ങളെ? സോഷ്യലൈസേഷൻ എന്നാണ് പറയുന്നത്. വാട്ട് ഈസ് പ്രൊഡക്ഷൻ? എല്ലാ ചാപ്റ്ററിനും കൂടെ ആണ് കേട്ടോ. അതുകൊണ്ട് എല്ലാം കൂടെ മിക്സ് ചെയ്താണ് ചോദ്യം തയ്യാറാക്കിയിരിക്കുന്നത്. വാട്ട് ഈസ് പ്രൊഡക്ഷൻ? എന്താ കുഞ്ഞുങ്ങളെ? ഉൽപാദനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഗുഡ്സ് ആൻഡ് സർവീസ് നീഡഡ് ബൈ പീപ്പിൾ അല്ലേ. ഉൽപാദനം എന്നത് നമുക്ക് ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ്. ഉൽപാദനം എന്നത് ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപാദനം എന്ന് പറയുന്നത്. അടുത്തത്, വാട്ട് ഈസ് ദ
റിവാർഡ് ഫോർ ലേബർ. ഈ അധ്വാനത്തിനുള്ള പ്രതിഫലം എന്താവും നിങ്ങൾ? നമ്മളൊരു ജോലി ചെയ്യുമല്ലോ അല്ലേ, ജോലി ചെയ്യുന്നതിൻ്റെ കൂലി എന്താണോ നിങ്ങൾ? ദ റിവാർഡ് ഫോർ ലേബർ ഈസ് വേജസ് ആണ് കേട്ടോ. അധ്വാനത്തിലുള്ള പ്രതിഫലം എന്ന് പറയുന്നത് വേജസ്, കൂലിയാണ് കേട്ടോ. വേജസ്, കൂലി. വാട്ട് ഈസ് ട്രേഡ്? എന്താവും നിങ്ങൾ? ഈ വ്യാപാരം എന്നാൽ എന്താണ്? അപ്പോൾ പ്രൊഡക്ഷൻ എന്നാൽ എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാം. പ്രൊഡക്ഷൻ എന്നാൽ എന്താണ്? ലേബറിൻ്റെ റിവാർഡ് എന്താണ്? ട്രേഡ് എന്നാൽ എന്താണ്? ട്രേഡ് മീൻസ് വ്യാപാരം എന്നാൽ എന്താണ്? ട്രേഡ് ഈസ് ദ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ചിങ് ഗുഡ്സ് ഓർ സർവീസ് ഫോർ എ റിവാർഡ്. നമ്മൾ പ്രതിഫലത്തിനായിട്ട്, നമ്മൾ പ്രതിഫലം വേണമല്ലോ നമുക്ക്, അതിന് സാധനങ്ങളോ സേവനങ്ങളോ കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയയാണ് വ്യാപാരം എന്ന് പറയുന്നത്. പ്രതിഫലനത്തിനായിട്ട് നമ്മൾ സാധനങ്ങളോ സേവനങ്ങളോ കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയയാണ് വ്യാപാരം എന്ന് പറയുന്നത്. 11 ഓക്കെയാണേ. 12ാമത്തെ ചോദ്യം, ദ പ്രൈമറി സെക്ടർ ഈസ് ആൾസോ നോൺ ആസ് വാട്ട് നെയിം? എന്താവും നിങ്ങൾ? ഈ പ്രൈമറി സെക്ടറിൻ്റെ വേറൊരു പേരെന്താണ്? അഗ്രികൾച്ചർ. അതായത് 3 സെക്ടർ ഉണ്ട്, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിട്ടറി. ടെറിഷറി എന്നാണ്, ടെറിട്ടറി ആയത് അങ്ങനെ പഠിച്ചോ, സ്പെല്ലിംഗ് ഒക്കെ ആണ്ടേ. ദ പ്രൈമറി സെക്ടർ ഈസ് ആൾസോ നോൺ ആസ് എന്താ? അതായത് പ്രാഥമിക മേഖലയെ നമ്മൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അഗ്രികൾച്ചർ സെക്ടർ കേട്ടോ. അഗ്രികൾച്ചറൽ സെക്ടർ അല്ലെങ്കിൽ കാർഷിക മേഖല എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് ദാറ്റ് ജനറേറ്റ് ഇൻകം കാൾഡ്? വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് ദാറ്റ് ജനറേറ്റ് ഇൻകം കാൾഡ്? വരുമാനം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? വരുമാനം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളെ നാം എന്താണ് വിളിക്കുന്നത്? എന്താണ്? സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. എക്കണോമിക് ആക്ടിവിറ്റി എന്നാണ് വിളിക്കുന്നത്. വാട്ട് ഈസ് ദ റിവാർഡ് ഫോർ ദ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ലാൻഡ്? ഭൂമി എന്ന ഉൽപാദന ഘടകത്തിനുള്ള പ്രതിഫലം എന്താണോ നിങ്ങളെ? ഭൂമി എന്ന ഉൽപാദന ഘടകത്തിനുള്ള പ്രതിഫലം എന്താണ്? പാട്ടം. എന്താണ്? പാട്ടം, റെൻ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. നമ്മൾ ഈ ഭൂമിയൊക്കെ റെൻറ്റിന് എടുക്കുക. ഈ വയലുകളൊക്കെ ഉണ്ടല്ലോ, വയലുകളൊക്കെ നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക? നമ്മൾ കുറച്ച് ഇങ്ങോട്ട് മറ്റൊരാളുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ അതിനെ എന്താ പറയുന്നത്? റെൻറ്റിന് എടുക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ അതിൻ്റെ മലയാളമാണ് പാട്ടം. ഓക്കെ. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് കോണ്ടിനെന്റ് ഇൻ ദ വേൾഡ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടോ. അത് എനിക്ക് തോന്നുന്നു ഒരു 5-6 എടുത്ത് ഞാൻ എഴുതിയിട്ടുണ്ടെന്നല്ലേ. നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏതാണെന്ന് ചോദിച്ചാൽ ഏഷ്യയാണ് കേട്ടോ. ഏഷ്യയാണ് കുഞ്ഞുങ്ങളെ. തടാകങ്ങൾ നോക്കണേ. തടാകങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം മൊത്തം എത്ര ഉണ്ടെന്ന് അറിയാമല്ലോ ഇല്ലയോ? നമ്മൾ ആ പാഠം പഠിച്ചതാ കേട്ടോ. അതൊക്കെ ഇതിനകത്തിലുണ്ട് നിങ്ങൾ. എന്തറിയാൻ വയ്യാത്തത് നമ്മൾ ഇതിനകത്തിലുണ്ട്. തടാകങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം വടക്കേ അമേരിക്കയാണ് കേട്ടോ. ദ ഗ്രേറ്റ് ലേക്ക് വിച്ച് ആർ ദ 5 ലാർജ് ഫ്രഷ് വാട്ടർ ലേക്ക് ആർ ലൊക്കേറ്റഡ് ഓൺ വിച്ച് കോണ്ടിനെന്റ്? നോർത്ത് അമേരിക്ക അല്ലെങ്കിൽ വടക്കേ അമേരിക്ക. 16 അടുത്ത 17ാമത്തത് എന്താ? വാട്ട് ഈസ് ദ ലോങ്സ്റ്റ് റിവർ? നോക്കൂ നിങ്ങളെ. വാട്ട് ഈസ് ദ ലോങ്സ്റ്റ് റിവർ ഇൻ ഏഷ്യ? ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ നദി ഏതാണ്? നമ്മുടെ ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ നദി ഏതാണ്? യാങ്സി. ആ പേരൊക്കെ ഒന്ന് നോക്കണേ. എന്താ? യാങ്സി. അടുത്തത്, വിച്ച് റിവർ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ഗ്രാൻഡ് കാനിയോൺ? ഗ്രാൻഡ് കാനിയോൺ ഏത് നദിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഗ്രാൻഡ് കാനിയോൺ എന്ന് പറയുന്നത് ഏത് നദിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? കൊളറാഡോ നദി. ആ പേരൊക്കെ നോക്കിയേ. കൊളറാഡോ നദി കേട്ടോ. കൊളറാഡോ നദി. മനസ്സിലാക്കണേ കേട്ടോ. വായിക്കുന്ന ഓരോ വാക്കും ആ സ്പെല്ലിംഗ് ഒക്കെ നോക്കണം കേട്ടോ. കൊളറാഡോ നദി. അടുത്തത് 19ാമത്തത്, പുരാതന നാഗരികതകളിൽ ഒന്നായ ഈജിപ്ഷ്യൻ സംസ്കാരം ഉടലെടുത്തത് ഏത് ഭൂഖണ്ഡത്തിൽ നിന്നാണ്? ഇനി പുരാതനമൊന്നും പറയാൻ അറിയത്തില്ലെങ്കിൽ നമ്മുടെ ഈജിപ്ഷ്യൻ സംസ്കാരം ഉടലെടുത്തത് ആഫ്രിക്കയാണ് കേട്ടോ. വിച്ച് കോണ്ടിനെന്റ് സോ ദ റൈസ് ഓഫ് ദ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ? വൺ ഓഫ് ദ ആൻഷ്യന്റ് സിവിലൈസേഷൻ. ഏതാവും നിങ്ങൾ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ആഫ്രിക്കയാണ് കേട്ടോ. ആഫ്രിക്ക. ലോകത്ത് ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ഭൂഖണ്ഡത്തിലാണ്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ഭൂഖണ്ഡത്തിലാണ്? ഏതാ? അത് ഏഷ്യ അല്ലേ. നമ്മൾ ഏഷ്യയിലല്ലേ. വിച്ച് കോണ്ടിനെന്റ് ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് റൈസ് ഇൻ ദ വേൾഡ്? ഏഷ്യയാണ് കേട്ടോ. ഏഷ്യ. അടുത്ത ഇതുപോലെ മാച്ച് ദ ഫോളോയിങ്ങിനൊക്കെ ചോദിക്കും കേട്ടോ. ആക്ടിവിറ്റി ആയിരിക്കും ഞാൻ ഇതൊക്കെ തരുന്നത്. ഇതെല്ലാം ആക്ടിവിറ്റിയിലെ ചോദ്യങ്ങളാണ് കേട്ടോ. അല്ലാതെ ഇങ്ങനെ നേരിട്ടല്ല. അതിൽ ഓരോ ആക്ടിവിറ്റി എന്നും പറഞ്ഞിട്ട് അപ്പോൾ ഈ ചോദ്യം ഇതൊക്കെ തന്നെ. പക്ഷെ ആ മോഡലൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കണം കേട്ടോ. ഇതൊക്കെ പഠിച്ചു വെച്ചാൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ അറിയാം. ഇവിടെ നോക്കൂ നിങ്ങളെ. ഏഷ്യ, ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക എന്നീ 4 കോണ്ടിനെന്റിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ഇതിലൊക്കെ എന്തൊക്കെയാണ് നോക്കിക്കേ. ഏഷ്യ
ഏഷ്യയിൽ ഇവിടെ ഏതാണ് ഇതിന് മാച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് എഴുതുക. ഏഷ്യ നോക്കൂ നിങ്ങൾ, ഏതാണ് വേൾഡ് ലാർജസ്റ്റ് കോണ്ടിനെന്റ്? ഇപ്പം നമ്മൾ ഒത്തിരി വട്ടം പറഞ്ഞല്ലേ, വേൾഡ് ലാർജസ്റ്റ് കോണ്ടിനെന്റ് ആണ് ഏഷ്യ. ആഫ്രിക്കയിലാണ് നൈൽ നദി ഉള്ളത് കേട്ടോ, നൈൽ നദി ഉള്ളത്. ഞാനിത് ഇംഗ്ലീഷിൽ എഴുതിയില്ല, നിങ്ങൾ മറന്നുപോയി. നൈൽ നദി നമ്മൾ കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, ഏഷ്യ എന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ കോണ്ടിനെന്റ് അല്ലേ, ഭൂഖണ്ഡമാണ്. പിന്നെ നൈൽ റിവർ ആഫ്രിക്കയിലാണ്. നോർത്ത് അമേരിക്ക, വടക്കേ അമേരിക്കയിലാണ് ഗ്രാൻഡ് കാനിയോൺ. മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, ഗ്രാൻഡ് കാനിയോൺ നോർത്ത് അമേരിക്ക അല്ലേ, വടക്കേ അമേരിക്കയിലാണ്. സൗത്ത് അമേരിക്കയിലോ ആമസോൺ റെയിൻ ഫോറസ്റ്റ് അല്ലേ, ആമസോൺ റെയിൻ ഫോറസ്റ്റുകളൊക്കെ എവിടാണ്? സൗത്ത് അമേരിക്കയിലാണ്. ഇത് മാച്ച് ദ ഫോളോയിങ്ങിനൊക്കെ ചോദിക്കും കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് റീഅറേഞ്ച് ചെയ്യാനും ഒക്കെ ചോദിക്കുവേ, മറക്കില്ല കേട്ടോ. 21 എണ്ണമായിട്ടുണ്ട്. ഓക്കെ, ഞങ്ങൾ അടുത്ത 22ാമത്തേത് എന്താണ്? മെഗാലിത്തിക് മോണുമെന്റ്സുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, മെഗാലിത്തിക് മോണുമെന്റ്സ് എന്ന് വെച്ചാൽ എന്താണ് നോക്കൂ. കുടക്കല്ല്, തൊപ്പിക്കല്ല് ആൻഡ് മുനിയറ മെയ്ഡ് ഓഫ് ഗ്രാനൈറ്റ് ആൻഡ് ലാറ്ററൈറ്റ് ആർ നോൺ ആസ് മെഗാലിത്തിക് മോണുമെന്റ്സ്. എന്താണ് മഹാശിലാ സ്മാരകങ്ങൾ എന്നാൽ എന്താണ് കുഞ്ഞുങ്ങളെ? കരിങ്കല്ലുകളും ചെങ്കല്ലിലും നിർമ്മിച്ച കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറകൾ തുടങ്ങിയവയാണ് മഹാശിലാ സ്മാരകങ്ങൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കരിങ്കല്ലിലും ചെങ്കല്ലിലും നിർമ്മിച്ച കുടക്കല്ല്, തൊപ്പിക്കല്ല്, ഇതിൻ്റെയൊക്കെ പടം നമ്മുടെ ടെസ്റ്റിലുണ്ട് കേട്ടോ. കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറകൾ തുടങ്ങിയവയാണ് മഹാശിലാ സ്മാരകങ്ങൾ കേട്ടോ, മെഗാലിത്തിക് മോണുമെന്റ്സ്. ഇനി അതിൻ്റെ ഏജും ഉണ്ട് കേട്ടോ, മെഗാലിത്തിക് ഏജ്. ഇവിടെ ഇമ്പോർട്ടൻ്റ് മെഗാലിത്തിക് സൈറ്റ് ഇൻ സൗത്ത് ഇന്ത്യ, ദക്ഷിണ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മഹാശിലായുഗ കേന്ദ്രങ്ങൾ എവിടുത്തെയാ? സൗത്ത് ഇന്ത്യയിലെ, ദക്ഷിണ ഇന്ത്യയിലെ പ്രധാന മഹാശിലായുഗ കേന്ദ്രങ്ങൾ ഏതാ? നോക്കൂ നിങ്ങൾ, കേരളത്തിൽ ഏതൊക്കെയാണെന്ന് മാത്രം വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. കേരളത്തിലെ മാത്രം എഴുതാൻ ചോദിച്ചാൽ മറയൂറുണ്ട്, ചേരമനങ്ങാടുണ്ട്, കുപ്പക്കൊല്ലിയുണ്ട്, മങ്ങാടുണ്ട് കേട്ടോ. നിങ്ങൾ ആ ഇംഗ്ലീഷ് വായിക്കാൻ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിൻ്റെ തൊട്ട് താഴെ തന്നെ മലയാളം കിടപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ തപ്പിയെടുത്ത് പേര് വായിക്കാനുള്ള ബുദ്ധിമുട്ടൊന്നും വിചാരിക്കേണ്ട, എല്ലാ മലയാളവും കിടപ്പുണ്ട് കേട്ടോ. വായിക്കാൻ പറ്റണ ഏതൊക്കെയാണെന്ന്: മറയൂർ, ചേരമനങ്ങാട്, കുപ്പക്കൊല്ലി, മങ്ങാട്. ഇനി കേരളത്തിൽ മാത്രമല്ല കുഞ്ഞുങ്ങളെ, ദക്ഷിണേന്ത്യയിലെ പ്രധാന മഹാശിലായുഗ കേന്ദ്രങ്ങളാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ കേരളത്തിലെ ഈ 4 എണ്ണം പറഞ്ഞത്. ഇനി തമിഴ്നാട്ടിലുണ്ട് കേട്ടോ, ആദിച്ചനല്ലൂർ, കർണാടകയിലെ ബ്രഹ്മഗിരി, ആന്ധ്രാപ്രദേശില് നാഗാർജുനകൊണ്ടയൊക്കെ ഉണ്ട് കേട്ടോ. ആന്ധ്രാപ്രദേശ്, ഇതൊക്കെ മാച്ച് ദ ഫോളോയിങ്ങിന് ചോദിക്കും കേട്ടോ. അതുകൊണ്ട് ഇത് നേരെ ഞാനങ്ങ് എഴുതി തന്നതാ. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് തന്നാൽ അപ്പം നമുക്ക് എഴുതാൻ അറിയണം കേട്ടോ. ആന്ധ്രാപ്രദേശിൽ നാഗാർജുനകൊണ്ട, കർണാടകയിലെ ബ്രഹ്മഗിരി, തമിഴ്നാട്ടിൽ ആദിച്ചനല്ലൂർ കേട്ടോ. കേരളത്തിൽ ഏതൊക്കെയാണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ. ഓക്കെ ആണോ നിങ്ങൾ? 26 ഓക്കെ ആണല്ലോ. അടുത്ത 27ാമത്തെ ചോദ്യം, ഫങ്ഷൻസ് ഓഫ് മെഗാലിത്തിക് മോണുമെന്റ്സ്. നോക്കൂ നിങ്ങളെ, ഫങ്ഷൻസ് ഓഫ് മെഗാലിത്തിക് മോണുമെന്റ്സുകൾ നോക്കിക്കേ. മെഗാലിത്തിക് മോണുമെന്റ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് ആൻഷ്യന്റ് burial practices such as stone monuments were constructed for burying the remains of the dead. എന്ന് വെച്ചാൽ മഹാശിലാ സ്മാരകങ്ങൾ നിർമ്മിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നാണ് മലയാളത്തിലെ ചോദ്യം. എന്തിനൊക്കെ വേണ്ടിയാവും നിങ്ങൾ ഇതൊക്കെ ഇങ്ങനെ കുറേ സ്ഥാപിച്ചത്? മഹാശിലാ സ്മാരകങ്ങൾ പ്രാചീന കാലത്ത്, ആൻഷ്യൻ്റ് എന്ന് വെച്ചാൽ പണ്ടുള്ള കാലത്തെ, പ്രാചീന കാലത്ത് എന്താണെന്നറിയോ, ശവസംസ്കാര രീതിയുമായിട്ട്, മരിച്ചു കഴിയുമ്പോൾ നമ്മളെ അടക്കത്തില്ലേ, അതാ ശവസംസ്കാര രീതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മൃഗശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ അടക്കം ചെയ്യുന്നതിനാണ് ഇത്തരം ശിലാസ്മാരകങ്ങൾ നിർമ്മിക്കുന്നത്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ അടക്കത്തില്ലേ, ഇല്ലേ? അങ്ങനെ അതിനുവേണ്ടി നമ്മുടെ പടം ഉൾപ്പെടെ നമ്മുടെ ടെസ്റ്റ് കിടപ്പുണ്ട് കേട്ടോ. എന്തിനു വേണ്ടിയാവും ഞങ്ങളെ? മഹാശിലാ സ്മാരകങ്ങൾ പണ്ട് കാലത്ത് ശവസംസ്കാര രീതിയുമായിട്ട് ബന്ധപ്പെട്ടതാണിത് കേട്ടോ. നമ്മുടെ മൃതശരീര അവശിഷ്ടങ്ങൾ അടക്കം ചെയ്യുന്നതിനാണ് ഇത്തരം ശിലാസ്മാരകങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ ആണോ? അടുത്തത് എന്താണ് അയണേജ് എന്ന് വെച്ചാൽ എന്താണ്? അയണേജ് എന്താ നിങ്ങൾ? ഇരുമ്പ് യുഗം അല്ലേ? ഇരുമ്പൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ ഓരോ മൃഗങ്ങളുടെയും കൊമ്പും അല്ലേ, അതിൻ്റെയൊക്കെ എല്ലൊക്കെ കൂർപ്പിച്ചും ഒക്കെ ആയിരുന്നു അവർ ആയുധങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നത് അല്ലേ. പിന്നീട് ഒത്തിരി നാളുകൾ കഴിഞ്ഞാണ് നമ്മുടെ ഇരുമ്പൊക്കെ വന്നത്. അപ്പോൾ അങ്ങനെ ഇരുമ്പ് യുഗം എന്താണ്? സിൻസ് ന്യൂമറസ് അയൺ ടൂൾസ് വെയർ ഫൗണ്ട് ഫ്രം മെഗാലിത്തിക് മോണുമെന്റ്സ്, ദിസ് പീരീഡ് ഈസ് ആൾസോ നോൺ ആസ് അയണേജ്.
മഹാശിലാ സ്മാരകങ്ങളിൽ നിന്ന് ഇരുമ്പായുധങ്ങൾ ധാരാളമായിട്ട് കണ്ടെത്തിയതിനാൽ ഈ കാലഘട്ടത്തെ ഇരുമ്പ് യുഗം എന്ന് പറയുന്നു. ഇതൊക്കെ 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും ഒക്കെ ചോദ്യമാണ്. ഒരു മാർക്ക് മാത്രമായിരിക്കത്തില്ല നിങ്ങളെ, 2 മാർക്കിനും ഒക്കെയാണ്. അതുകൊണ്ട് ഞാൻ ഒന്നൊന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ഇരിക്കേണ്ട, എങ്ങനെ പഠിച്ചാലും മാർഗം. മഹാശിലാ സ്മാരകങ്ങളിൽ നിന്ന് ഇരുമ്പ് ആയുധങ്ങൾ ധാരാളമായിട്ട് കണ്ടെത്തിയതിനാൽ ഈ കാലഘട്ടത്തെ നമ്മൾ ഇരുമ്പ് യുഗം എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ മെഗാലിത്തിക് കൾച്ചർ എന്നാൽ എന്തെന്നൊരു ചോദ്യമുണ്ട്. കൾച്ചർ, സംസ്കാരം, കൾച്ചർ. മഹാശിലാ സംസ്കാരം എന്നാൽ എന്താണ്? നമ്മുടെ ഭക്ഷണ ശേഖരണത്തിൽ നിന്നും, ഭക്ഷണം ഉണ്ടല്ലോ നമ്മൾ കഴിക്കുന്നത്, ഈ ഭക്ഷണ ശേഖരണത്തിൽ നിന്ന് നമ്മൾ ശേഖരിച്ച് വെക്കത്തില്ലേ, നാളേക്ക് എന്ന് പറഞ്ഞ് ശേഖരിച്ച് വെക്കത്തില്ലേ, ഭക്ഷ്യ ഉൽപാദനത്തിലേക്ക് ഭക്ഷണ ശേഖരണത്തിൽ നിന്നും ഭക്ഷ്യ ഉൽപാദനത്തിലേക്ക് പുരോഗമിച്ച ഒരു ജനതയുടെ നിർമ്മിതിയാണ് ഈ മഹാശിലാ സംസ്കാരം എന്ന് പറയുന്നത്. മെഗാലിത്തിക് കൾച്ചർ ഈസ് ദ ക്രിയേഷൻ ഓഫ് പീപ്പിൾ ഹൂ പ്രോഗ്രസ്ഡ് ഫ്രം ഫുഡ് ഗ്യാതറിംഗ് ടു ഫുഡ് പ്രൊഡക്ഷൻ. ഫുഡ് പ്രൊഡക്ഷൻ. തിരിഞ്ഞൊന്നും പോകല്ലേ, ഇതുപോലെ തന്നെ പഠിക്കണേ. മെഗാലിത്തിക് ഏജ് പഠിച്ചു അല്ലേ, മെഗാലിത്തിക് മോണുമെന്റ്സുകൾ പഠിച്ചു, ഇനി മെഗാലിത്തിക് കൾച്ചർ. ഇതൊക്കെ ഓരോ മാർക്കിൻ്റെ, ഈ 2 മാർക്കിന് 2 മാർക്കിനൊക്കെ ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യം കേട്ടോ. എന്താണ്? 29 പഠിച്ചല്ലോ. അടുത്ത 30ാമത്തെ ചോദ്യം, പ്രാചീന തമിഴകത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്ന പ്രധാന ചരിത്ര സ്രോതസ്സുകൾ ഏതൊക്കെയാവും നിങ്ങളെ? പണ്ട് കാലത്ത് നമ്മൾ ഈ തമിഴകത്തെക്കുറിച്ചൊക്കെ വിവരം കിട്ടുമല്ലോ, അത് ഏതൊക്കെ വഴികളിലാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്? പഴന്തമിഴ് പാട്ടുകൾ അല്ലേ, പഴന്തമിഴ് പാട്ടിഴയും ശ്രുതി പഴയൊരു തമ്പുരു തേങ്ങില്ലയോ, നാണയങ്ങൾ, സഞ്ചാരക്കുറിപ്പുകൾ, ലിഖിതങ്ങൾ അല്ലേ. ദ മെയിൻ ഹിസ്റ്റോറിക്കൽ സോഴ്സസ് പ്രൊവൈഡിങ് ഇൻഫോം എബൌട്ട് ആൻഷ്യൻ്റ് തമിഴകം 6 ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. പ്രാചീന തമിഴകത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്ന പ്രധാന ചരിത്ര സ്രോതസ്സുകൾ ഏതൊക്കെയാണോ നിങ്ങളെ? പഴന്തമിഴ് പാട്ടുകൾ കേട്ടോ, കോയിൻസ്, നാണയങ്ങൾ, ട്രാവലേജസ് അല്ലേ, സഞ്ചാരക്കുറിപ്പുകൾ, ഇൻസ്ക്രിപ്ഷൻസ്, ലിഖിതങ്ങൾ, ഇതൊക്കെയാണ് കേട്ടോ. ഓക്കെ ആണോ? അതിൻ്റെ ആ 4 പേരും പഠിച്ച് വെച്ചേക്കണേ. ഇനി സംഘം ലിറ്ററേച്ചർ എന്നാൽ എന്താണ്? ഡാഷി എ കളക്ഷൻ ഓഫ് ആൻഷ്യൻ തമിഴ് സോങ്സ് അല്ലേ. എന്നുവെച്ചാൽ ഏറ്റവും കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് പഴന്തമിഴ് പാട്ടുകളാണെന്ന് നമ്മൾ പറഞ്ഞില്ലേ. അത് ഏത് സമാഹാരത്തിൽ നിന്നാണ്? സംഘസാഹിത്യ കൃതികളാണ് കേട്ടോ, സംഘസാഹിത്യ കൃതികൾ. ഓക്കെ ആണോ? അടുത്തത് സംഘം ലിറ്ററേച്ചർ വർക്ക്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മുടെ ടെസ്റ്റിനകത്തിൽ ബോക്സ് ഒക്കെ കൊടുത്ത് എഴുതിയേക്കുക കേട്ടോ. എന്താണ് സംഘം ലിറ്റററി വർക്ക്സ് എന്ന്? നിങ്ങൾ ടെസ്റ്റ് തുറന്നു നോക്കിയാൽ വലിയ വട്ടത്തിനകത്ത്, സർക്കിളിനകത്തിൽ കൊടുത്തിട്ടുണ്ട്. സംഘ സാഹിത്യ കൃതികൾ ഏതൊക്കെയാണ്? അത് മലയാളംകാരായാലും ഇംഗ്ലീഷായാലും വായിക്കുന്ന നോക്കൂ നിങ്ങളെ. നറ്റിണൈ, NATTINA, നറ്റിണൈ, 10 കുറുന്തൊകൈ എന്നാട്ടോ, കുറുന്തൊകൈ, അകനാനൂറ്. ഇങ്ങനെയുണ്ട്, വെറൈറ്റി പേരല്ലേ. നറ്റിണൈ. ഇവിടെ മലയാളം തന്നെ പഠിക്കാൻ നമ്മൾ കിടന്ന് പാടുപെടുന്നില്ലേ. സംഘമായാലും പഴന്തമിഴ് പാട്ട്, അതൊക്കെ നമ്മളൊന്ന് പഠിക്കാൻ പെടുന്ന പാട്. അന്നേരം ഇവിടെ നറ്റിണേ, മുറ്റിണേ, കുറ്റിണയിൽ എന്തൊക്കെ പേരാ നമുക്ക് തന്നതല്ലേ. നമ്മളിപ്പോൾ എന്തോ ചെയ്യാനാ, പഠിച്ചെങ്കിലല്ലേ പറ്റൂല്ലേ. നറ്റിണൈ, 10 കുറുന്തൊകൈ, അകനാനൂറ് കേട്ടോ. 2 അങ്ങ് പഠിച്ച് വെച്ചേക്കണേ കേട്ടോ. 2 ഇതാ 10 അല്ലേ ഇങ്ങനെ. 10 അത് പറ്റത്തില്ല, അകനാനൂറ്. ആ 2 പഠിച്ചു കേട്ടോ. 10 അകനാനൂറ് ഏതാ? സംഘം ലിറ്റററി വർക്ക്സ് ആണ് കേട്ടോ, സംഘം ലിറ്റററി വർക്ക്സ്. അതിനകത്തിലെ തന്നെ കുഞ്ഞുങ്ങളെ തിരുകുറ. എന്താണ് ഈ തിരുകുറൽ എന്നാണ് തിരുകുറ ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, തിരുകുറൽ എന്ന് തന്നെ ഉണ്ടല്ലേ, ഞാൻ തിരുകുറ എന്ന് എഴുതി വെച്ചേന്നു അല്ലേ. തിരുകുറൽ ഈസ് വൺ ഓഫ് ദ, നോക്കണേ, ഇമോർട്ടൽ ലിറ്റററി വർക്ക് ഇൻ തമിഴ് ലിറ്ററേച്ചർ. അതിൽ തിരുവള്ളുവർ ഈസ് ദ ഓതർ ഓഫ് ദീസ് വർക്ക്. ഇത് നിങ്ങൾ ഇതിനകത്തിലെ 3-4 പേരുണ്ടോ നിങ്ങളെ ഇത് എഴുതിയത് കേട്ടോ. ഇതിൻ്റെ രചയിതാവ് ആരാന്ന് നല്ലപോലെ പഠിച്ചേക്കണം. തിരുകുറൽ എഴുതിയത് ആരാന്നറിയോ? തിരുവള്ളുവറാണ്. ഇനി 2-3 കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ഇത് എഴുതിയത് ആരാന്ന് നല്ലപോലെ പഠിച്ചു വെക്കണം കേട്ടോ. തിരുകുറൽ ഈസ് വൺ ഓഫ് ദ ഇമോർട്ടൽ ലിറ്റററി വർക്ക് ഇൻ ദ തമിഴ് ലിറ്ററേച്ചർ. എന്ന് വെച്ചാൽ തമിഴ് സാഹിത്യത്തിലെ അനശ്വര കൃതികളിൽ ഒന്നാണ് തിരുക്കുറൽ കേട്ടോ. നമ്മുടെ മലയാളം സാഹിത്യം പോലെ തമിഴിലും സാഹിത്യമുണ്ട് അല്ലേ. ഇതിലെ അനശ്വര കൃതികളിൽ ഒന്നാണ് തിരുക്കുറൽ. ഇത് രചിച്ചത് തിരുവള്ളുവർ. പഠിക്കാൻ എളുപ്പമല്ലേ. തിരുവള്ളുവർ ആണ് ഈ ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്. 33 ഒക്കെയാണോ കുഞ്ഞുങ്ങളെ? അടുത്തത് 34ാമത്തെ ചോദ്യം, സിലപ്പതികാരം. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ 1ാമത്തെ തിരുക്കുറൽ, അതുപോലെയാണ് സിലപ്പതികാരം. അതിൻ്റെ ആ പേരൊക്കെ ഒന്ന് വെറൈറ്റി പേരാണ് കേട്ടോ. ഇളങ്കോ അടികൾ, എല്ലങ്കോ എന്നല്ല കേട്ടോ,
എല്ലങ്കോ അല്ല, ഐ ആണ് അവിടെ കേട്ടോ. ഐ രണ്ടെണ്ണം വെച്ചുണ്ട്, ഐ എഴുതിക്കട്ടോ, ഐ. ഇളങ്കോ അടികൾ ഈസ് ദ ഓതർ ഓഫ് സിലപ്പതികാരം വിച്ച് ടെൽസ് ദ സ്റ്റോറി ഓഫ് കണ്ണകി ആൻഡ് കോവലൻ. ഗോപാലൻ അല്ല, കോവലൻ കേട്ടോ. പേരൊക്കെ നോക്കിക്കോണേ. സിലപ്പതികാരം, സിലപ്പതി ഇല്ലേ, സിലപ്പതി എന്നല്ല ഇംഗ്ലീഷിൽ തന്നേക്കുന്നത്, മലയാളം ചിലപ്പതികാരം. ഇളങ്കോ അടികൾ ഈസ് ദ ഓതർ ഓഫ് സിലപ്പതികാരം വിച്ച് ടെൽസ് ദ സ്റ്റോറി ഓഫ് കണ്ണകി ആൻഡ് കോവലൻ. കണ്ണകിയുടെയും കോവലൻ്റെയും കഥ പറയുന്ന ചിലപ്പതികാരത്തിൻ്റെ രചയിതാവ് ഇളങ്കോ അടികളാണ്. ആ പേര് മറക്കല്ലേ കുഞ്ഞുങ്ങളെ. മുമ്പ് നമ്മളെ തിരുക്കുറൽ പഠിച്ചത് തിരുവള്ളുവറാണ്. അപ്പം സിലപ്പതികാരം ഇളങ്കോ അടികളാണ്. തിരിഞ്ഞു പോവല്ലേ. അടുത്ത ഒരെണ്ണോടുണ്ട് മണിമേഖല. ഈ കോവലൻ്റെയും മാധവിയുടെയും മകളായ മണിമേഖലയുടെ കഥ പറയുന്ന കൃതിയാണ് മണിമേഖല. ഈ മോടെ പേര് തന്നെ ഇട്ടേക്കുന്നത് കേട്ടോ. കോവലൻ്റെയും മാധവിയുടെയും മകളാണ് മണിമല കേട്ടോ. മണിമലയല്ല, മണിമേഖല. എൻ്റെ പൊന്നോ ഇല്ലേ, മണിമേഖല. ഈ മണിമേഖലയുടെ കഥ പറയുന്നതിനെയാ മണിമേഖലയെക്കുറിച്ച് പറയുക. നമ്മുടെ പോലെ വിട്ടാൽ മതി അല്ലേ. കോവലൻ്റെയും മാധവിയുടെയും മകളായ മണിമേഖലയുടെ കഥ പറയുന്ന കൃതിയാണ് കുഞ്ഞുങ്ങളെ മണിമേഖല. ഇത് രചിച്ചതോ, നിങ്ങൾ ഈ രചിച്ച പേര് ഓർത്തോടെ. ഫസ്റ്റ് നമ്മൾ തിരുക്കുറൽ തിരുവള്ളുവർ, സിലപ്പതികാരം ഇളങ്കോ അടികൾ. അതൊരു പാട്ടില്ലേ മണിച്ചിത്രത്താഴിനകത്തിൽ. തോലയായി തമിഴകവാനും ശൃംഗാര, നല്ല ട്യൂണുള്ളതുകൊണ്ട് പിന്നെ. അപ്പം മണിമേഖല രചിച്ചത് നോക്കിയേ, വെറൈറ്റി പേരാ, ചിത്തലൈ ചാത്തനാർ. എന്താ കുഞ്ഞുങ്ങളെ, ചിത്തലൈ ചാത്തനാർ. ഒക്കാവുന്നതിനെയൊക്കെ നിങ്ങൾ പഠിക്കും കുഞ്ഞുങ്ങളെ, അത് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതങ്ങ് പടി ഇതങ്ങ് പടിയെന്ന് ഞാനിരുന്ന് അങ്ങോട്ട് തള്ളി പോവാ. അത് പടി ഇത് പടിയില്ല, അത് പഠിക്കണേ ഇത് പഠിക്കണേ. നിങ്ങളല്ലേ എൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നത്. നിങ്ങൾക്ക് ഒക്കാവുന്നതിനെ നിങ്ങൾ പടി, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ, ഇല്ലയോ. എന്നാലും നോക്ക് കേട്ടോ, നമ്മുടെ വീട്ടുകാർ നമ്മളെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കാൻ വിടുന്നില്ലേ. നമുക്ക് ഒക്കാവുന്നതിനെ എത്രത്തോളം നമുക്ക് പറ്റുമോ അത്രത്തോളം ശ്രമിക്കണം കേട്ടോ. നമുക്ക് എല്ലാം അങ്ങ് വലിച്ച് പഠിക്കാൻ നമ്മളെ കൊണ്ട് ഒത്തില്ലെങ്കിലും ഒന്ന് ശ്രമിക്കണം നല്ലപോലെ കേട്ടോ. എത്രത്തോളം നമുക്ക് പറ്റുമോ അത്രത്തോളം. ഓക്കെ. മണിമേഖല ഈസ് എ വർക്ക് ദാറ്റ് ടെൽസ് ദ സ്റ്റോറി ഓഫ് മണിമേഖല ദ ഡോട്ടർ ഓഫ് കോവലൻ ആൻഡ് മാധവി കേട്ടോ. ആ പേര് ഓർത്ത് വെച്ചേക്കണേ ആരാ, ചിത്തലൈ ചാത്തനാർ. കണ്ടേ, ചിത്തലൈ ചാത്തനാർ. വെറൈറ്റി പേരുകളാണ്. ഓക്കെ കുഞ്ഞുങ്ങളെ. മഹാശിലാ സ്മാരകങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. എന്നാലും നിങ്ങളോട് ഞാൻ പറയാം, മെഗാലിത്തിക് മോണുമെന്റ്സ് ഏതൊക്കെയാണെന്ന് ഉറപ്പായിട്ടും ചോദിക്കും. മഹാശിലാ സ്മാരകങ്ങൾ ഏതൊക്കെയാണ്? തൊപ്പിക്കല്ല്, മുനിയറ, കുടക്കല്ല്, കല്ലറ, നാട്ടുകല്ല് കേട്ടോ. 5 പേര് നല്ലതുപോലെ അറിയണേ. സംഘം വർക്കാർ ജനറലി ക്ലാസിഫൈഡ്. സംഘം കൃതികളെ പൊതുവെ 2 തിരിക്കാം. എന്താ, അകം സോങ്സ് എന്നും പുറം സോങ്സ് എന്നും. അകം പാട്ടുകളെന്നും പുറം പാട്ടുകളെന്നും. ഇതൊന്നും നിസ്സാരമായിട്ട് എഴുതേണ്ട. ഇതൊക്കെ ചിലപ്പോൾ ചോദിക്കുമ്പോൾ പഠിച്ചു കഴിയുമ്പോൾ ഇത് ഈസിയാണ് അല്ലേ. സംഘം വർക്കിനെ 2 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. സംഘം കൃതികളെ പൊതുവെ 2 തിരിച്ചിട്ടുണ്ട്. അകം സോങ്സും പുറം സോങ്സും. അകം പാട്ടുകളെന്നും പുറം പാട്ടുകളും. 37 അല്ലേ. അടുത്ത 38ാമത്തെ മക്കത്തായവും മരുമക്കത്തായവും തമ്മിലുള്ള വ്യത്യാസം. എന്താ നിങ്ങളെ, മക്കത്തായവും മരുമക്കത്തായവും. അതായത് പിന്തുടർച്ചാവകാശം എന്ന് വെച്ചാൽ നമ്മുടെ അച്ഛൻ്റെ സ്വത്ത് അല്ലേ, അത് നമ്മൾ മക്കൾക്ക് കിട്ടണം. അച്ഛൻ്റെ സ്വത്ത് മക്കൾക്ക് കിട്ടണം. അതാണ് പിന്തുടർച്ചാവകാശം എന്ന് വെച്ചാൽ പിതാവിൽ നിന്നും മക്കൾക്ക് കൈമാറ്റം ചെയ്യുന്ന രീതിയാണ്. നമ്മുടെ അച്ഛന് സ്വത്തുണ്ടെങ്കിൽ അത് നമുക്ക് മക്കൾക്ക് കിട്ടുന്നതിനെയാണ് നമ്മൾ എന്താ മക്കത്തായം. മക്കളല്ലേ മക്കത്തായം. എന്നാൽ പിന്തുടർച്ചാവകാശം സഹോദരിയുടെ എന്ന് വെച്ചാൽ നമ്മുടെ അച്ഛൻ്റെ പെങ്ങൾ അല്ലേ. അച്ഛന് പെങ്ങന്മാരുണ്ടല്ലോ, ആങ്ങളെയും പെങ്ങളും അല്ലേ. പെങ്ങൾക്ക് എന്താ പെങ്ങളുടെ പുത്രനാ കൊടുക്കുന്നതെങ്കിൽ, അച്ഛൻ മക്കൾക്ക് തന്നെ കൊടുക്കുമെങ്കിൽ അത് മക്കത്തായം. ഇനി അച്ഛൻ്റെ പെങ്ങളുടെ മക്കൾ കേട്ടോ, അതായത് സഹോദരിയുടെ പുത്രന്മാർക്കാണ് കൊടുക്കുന്നതെങ്കിൽ അത് മരുമക്കത്തായവുമാണ് കേട്ടോ. അത് രണ്ടും തിരിഞ്ഞു പോകല്ലേ. മക്കൾക്കാണെങ്കിൽ അത് മക്കത്തായം, സഹോദരിയുടെ പുത്രനാ കൊടുക്കുന്നെങ്കിൽ അത് മരുമക്കത്തായം കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? മക്കത്തായം ഈസ് ദ സിസ്റ്റം ഇൻഹെറിറ്റൻസ് ഫ്രം ഫാദർ ടു ചിൽഡ്രൻ. എന്നാൽ whereas the മരുമക്കത്തായം വാസ് എ സിസ്റ്റം ബൈ വിച്ച് റൈറ്റ് ഓഫ് ഇൻഹെറിറ്റൻസ് വാസ് പാസ്ഡ് ടു ദ സൺ ഓഫ് ദ സിസ്റ്റർ ഇൻ ദ ഫാമിലി കേട്ടോ. ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായയിൽ 12 വർഷത്തിലൊരിക്കൽ കൊണ്ടാടുന്ന ഉത്സവം ഏതാണ്? ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായയിൽ 12 വർഷത്തിലൊരിക്കൽ കൊണ്ടാടുന്ന ഉത്സവമാവും നിങ്ങളെ മാമാങ്കം എന്ന് പറയുന്നത് കേട്ടോ. മാമാങ്കം എന്നാണ്ട്, മാമാങ്കം വാസ് എ ഫെസ്റ്റിവൽ സെലിബ്രേറ്റഡ് വൺസ് എവരി 12 years ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ ബ്രഹ്മപുത്ര അറ്റ് തിരുനാവായ. ഓക്കെ ആണോ നിങ്ങളെ? 39
ഓക്കെ, അടുത്തത് നോക്കിക്കേ. ഇത് ഞാൻ സെപ്പറേറ്റ് ഞാൻ എഴുതി വെച്ചതാ, എന്നാലും ഞാൻ പറയാം. നോക്കൂ നിങ്ങളെ, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് കോണ്ടന്റ്. ഞാൻ ഈ ഒരു ചോദ്യം തന്നെ ഒന്നിൽ കൂടുതൽ വെട്ടം വരുവാണെങ്കിൽ നിങ്ങൾ അതങ്ങ് സ്കിപ്പ് പോട്ടെ കേട്ടോ. കാരണം ഞാൻ ചാപ്റ്റർ ബേസ് ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം ഇത് നമ്മുടെ 7, 8 പാഠത്തിൻ്റെയൊക്കെയാണ് ഈ പറയുന്നത്. ചാപ്റ്റർ ഏതോ ആയിക്കോട്ടെ നിങ്ങളെ. ക്വസ്റ്റ്യൻ പേപ്പറിൽ 5ാമത്തെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ് ഈ കിടക്കുന്നത്. 8ാമത്തെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ എന്നൊന്നും നമ്മളോട് പറയത്തില്ലല്ലോ, നമുക്ക് കണ്ടാൽ എഴുതാറിയണ്ടേ. അപ്പോൾ വിച്ച് ഈസ് ദ ലാർജസ്റ്റ് കോണ്ടിനെന്റ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏഷ്യയാണ്. വിച്ച് ഈസ് ദ ഹയസ്റ്റ് മൗണ്ടൻ ഇൻ ആഫ്രിക്ക. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ഏതാണ്? ഞാനിവിടെ ഒന്നാമത്തെ നിങ്ങളോട് പറഞ്ഞായിരുന്നു. ഏതാ? ഫസ്റ്റ് 1, 2 പറഞ്ഞായിരുന്നു അല്ലേ? ഏതാ ഹയസ്റ്റ് മൗണ്ടൻ ഏതാന്ന് ചോദിച്ചല്ലേ? ആഫ്രിക്കയിലെ ആട്ടോ. ഒന്നാമത് ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞുങ്ങളെ, ഒന്നാമത്തത് അത് ആഫ്രിക്കയിലെയാണ് കേട്ടോ. ഒന്നല്ല, രണ്ടാമത്തെ ദ ഹയസ്റ്റ് മൗണ്ടൻ എന്ന് ഞാൻ രണ്ടാമത്തെ പറഞ്ഞില്ലേ, കിളിമഞ്ചാരോ. അത് എവിടുത്തെയാന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലേ? ആഫ്രിക്കയിലെ കേട്ടോ. അത് ഇനി ആയാലും ഓർത്തോണേ, ആഫ്രിക്ക കേട്ടോ, ആഫ്രിക്കയിലെയാ. ഓക്കെ, ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം കിളിമഞ്ചാരോ ആണ്. വാട്ട് ഈസ് ദ ലോങ്സ്റ്റ് റിവർ ഇൻ ഏഷ്യ. ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ നദി ഏതാണ്? യാങ്സി. ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് ദ വാസ്റ്റ് ഗ്രാസ് ലാൻഡ് ഓഫ് ആഫ്രിക്ക. ആഫ്രിക്കയിലെ വിശാലമായ പുൽമേടുകൾക്ക് ഉദാഹരണം എഴുതുക. സാവന്ന ഗ്രാസ് ലാൻഡ്, സാവന്ന പുൽമേടുകൾ. ഞാൻ ആ ഫസ്റ്റ് പറഞ്ഞ എല്ലാം ആഫ്രിക്കയായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. അതായത് വിച്ച് ഈസ് ദ ലാർജസ്റ്റ് കോണ്ടിനെന്റ് ഇൻ ദ വേൾഡ് എന്ന് വെച്ചാൽ അത് ഏഷ്യയാണ്. വിച്ച് ഈസ് ദ ഹയസ്റ്റ് മൗണ്ടൻ ഇൻ ആഫ്രിക്ക എന്നാണ് കുഞ്ഞുങ്ങളെ. ഞാനത് ആഫ്രിക്ക എന്ന് പറഞ്ഞില്ലായിരുന്നു കേട്ടോ. ഹയസ്റ്റ് മൗണ്ടൻ എവിടത്തെയാന്ന് ചോദിച്ചില്ല, ആഫ്രിക്കയിലെയാണ് കേട്ടോ, കിളിമഞ്ചാരോ. ആഫ്രിക്കയിലെയാണ് വാസ്റ്റ് ഗ്രാസ് ലാൻഡ് ചോദിച്ചത് അല്ല, എല്ലാം ആഫ്രിക്കയായിട്ട് ബന്ധപ്പെട്ടതാണ്. ആദ്യമേ മാത്രം ഇച്ചിരി കണ്ടവർ ചിലപ്പോൾ ആദ്യത്തെ 1-2 എണ്ണം കണ്ടിട്ട് താഴെ കമൻറ്റ് പറയും ഇത് ഇതാണോ അതാണോ എന്നൊക്കെ അല്ലേ. ബാക്കി കാണുന്നവർക്ക് അറിയാം അല്ലേ. വാട്ട് ഈസ് ദ ലോങ്സ്റ്റ് റിവർ ഇൻ ഏഷ്യ. ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ നദി യാങ്സി ആണ്. ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് ദ വാസ്റ്റ് ഗ്രാസ് ലാൻഡ് ഓഫ് ആഫ്രിക്ക. ആഫ്രിക്കയിലെ വിശാലമായ പുൽമേടുകൾക്ക് ഉദാഹരണമാണ് കുഞ്ഞുങ്ങളെ സാവന്ന ഗ്രാസ് ലാൻഡ്, സാവന്ന പുൽമേടുകൾ കേട്ടോ. വിച്ച് ഈസ് ദ വാസ്റ്റ് ഗ്രാസ് ലാൻഡ് ഓഫ് നോർത്ത് അമേരിക്ക നോണസ്. വടക്കേ അമേരിക്കയിലെ അതിവിശാലമായ പുൽമേടുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? വടക്കേ അമേരിക്കയിലെ അതിവിശാലമായ പുൽമേടുകൾക്ക് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പ്രയറീസ് എന്നാണ് കേട്ടോ, പ്രയറീസ്. വാട്ട് ഈസ് ദ വാസ്റ്റ് ഗ്രാസ് ലാൻഡ് ഓഫ് നോർത്ത് അമേരിക്ക? പ്രയറീസ്. എന്താണ് പ്രയറീസ് എന്ന് ചോദിക്കുമ്പോൾ അതങ്ങ് എഴുതിയാൽ മതി കേട്ടോ. വിച്ച് കോണ്ടിനെന്റ് സോ ദ റൈസ് ഓഫ് ദ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, വൺ ഓഫ് ദ ആൻഷ്യന്റ് സിവിലൈസേഷൻ. പുരാതന നാഗരികതകളിൽ ഒന്നായ ഈജിപ്ഷ്യൻ സംസ്കാരം ഉടലെടുത്ത ഭൂഖണ്ഡം. എന്താ നിങ്ങളെ? പുരാതന നാഗരികതകളിൽ ഒന്നായ ഈജിപ്ഷ്യൻ സംസ്കാരം, മുമ്പേ നമ്മളത് പറഞ്ഞ കേട്ടോ, ആഫ്രിക്കയാണ്, ആഫ്രിക്ക. ഓക്കെ, അടുത്ത വിച്ച് കോണ്ടിനെന്റ് ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് റൈസ് ഇൻ ദ വേൾഡ്. ഏഷ്യ. ലോകത്തെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഏഷ്യയാണ്. ദ ഗ്രേറ്റ് ലേക്സ് വിച്ച് ആർ 5 ലാർജ് ഫ്രഷ് വാട്ടർ ലേക്സ് ആർ ലൊക്കേറ്റഡ് ഓൺ വിച്ച് കോണ്ടിനെന്റ്. പഞ്ചമഹാ തടാകങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ഏതാണ്? നോർത്ത് അമേരിക്ക അല്ലെങ്കിൽ വടക്കേ അമേരിക്ക. വിച്ച് റിവർ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ഗ്രാൻഡ് കാനിയോൺ. ഗ്രാൻഡ് കാനിയോൺ ഏത് നദിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കൊളോറാഡോ. മുമ്പ് ഞാൻ പറഞ്ഞതാ അല്ലേ, ഇതാ ചാപ്റ്ററിന്റെ ആയതുകൊണ്ടാണ്. കൊളോറാഡോ നദിയാണ്. ദ ഹിമാലയൻ മൗണ്ടൻസ് റേഞ്ച് ഹോം ടു ദ വേൾഡ് ഹയസ്റ്റ് പീക്ക് മൗണ്ട് എവറസ്റ്റ് ഈസ് സിറ്റുവേറ്റഡ് ഓൺ വിച്ച് കോണ്ടിനെന്റ്. ഹിമാലയ. അതായത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? ചോദ്യം കേട്ടിട്ട് വേണം എഴുതാൻ കേട്ടോ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏത് ഭൂഖണ്ഡത്തിലാണ്? ഹിമാലയം. ഹിമാലയം എവിടാ കുഞ്ഞുങ്ങളെ? ഹിമാലയം. നമ്മൾ ഹിമാലയത്തെ കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നല്ലോ അല്ലേ. ദ പീരീഡ്സ് ഡ്യൂറിങ് വിച്ച് ദ മെഗാലിത്തിക് മോണുമെന്റ്സ് വെയർ ബിൽറ്റ് ഈസ് നോൺ ആസ് ഡാഷ് അല്ലെ വിച്ച് ഏജ്. ഏത് ഏജ് ആണ്? ഏതാ? അയൺ ഏജ്. അതല്ലെങ്കിൽ അയൺ ഏജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാ? മെഗാലിത്തിക് ഏജിലല്ലേ അയണം, ഇരുമ്പ് അല്ലേ, ഇരുമ്പ് യുഗം ഉണ്ടായത്. മഹാശിലാ സ്മാരകങ്ങൾ നിർമ്മിക്കപ്പെട്ട കാലഘട്ടം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മഹാശിലായുഗം എന്നാണ് കേട്ടോ. ദ തിരുപ്പതി ഏതാണ്? തൃപ്പടിദാനം റിച്വൽ വാസ് പെർഫോംഡ് ബൈ വിച്ച് റൂളർ. തൃപ്പടിദാനം എന്ന ആചാരം നടത്തിയ ഭരണാധികാരി ആരായിരുന്നു? തൃപ്പടിദാനം എന്ന ആചാരം നടത്തിയ ഭരണാധികാരി ആരായിരുന്നു? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ. അനിഴം തിരുനാൾ മാർത്താണ്ഡവ. 51 എണ്ണമായിട്ടുണ്ട്. അപ്പം ഒരെണ്ണം തന്നെ ചിലപ്പോൾ 2-3 എണ്ണമൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ വരും കുഞ്ഞുങ്ങൾ കേട്ടോ. കാരണം ഞാൻ
ഓരോ വട്ടമായിട്ട് എഴുതിയത് കൊണ്ടേ. ആന്ധ്രാപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട മഹാശിലാ കേന്ദ്രം ഏതാണ്? വിച്ച് മേജർ മെഗാലത്തിക് സൈറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ആന്ധ്രാപ്രദേശ്? നാഗാർജുന കൊണ്ട കേട്ടോ, നാഗാർജുന കൊണ്ട. അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രേഡിംഗ് ഗ്രൂപ്പ് വാസ് പ്രിവലന്റ് ഇൻ ദ പെരുമാൾ കിങ്ഡം? പെരുമാൾ രാജ്യത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന വ്യാപാര സംഘങ്ങളിൽ ഒന്ന് ഏതാണ്? മണിഗ്രാമം. പെരുമാൾ രാജ്യം ഉണ്ടല്ലോ, പെരുമാളിനെ കുറിച്ചൊക്കെ നമുക്ക് ടെസ്റ്റ് പഠിക്കാനുണ്ട്. ഈ പെരുമാൾ രാജ്യത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന വ്യാപാര സംഘങ്ങളിൽ ഒന്നാണ് മണിഗ്രാമം. മണിഗ്രാമം. പെരുമാൾ ഭരണത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം ഉയർന്നു വന്ന സ്വരൂപങ്ങൾ ഏത് പിന്തുടർച്ചാവകാശ സമ്പ്രദായത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു? പെരുമാൾ ഭരണത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം ഉയർന്നു വന്ന സ്വരൂപങ്ങൾ ഏത് പിന്തുടർച്ചാവകാശ സമ്പ്രദായത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു? മരുമക്കത്തായം കേട്ടോ. the സ്വരൂപംസ് that emerged after the collapse of the പെരുമാൾ rules were based on which systems inheritance? മരുമക്കത്തായം. തമിഴകത്തെ പ്രധാനപ്പെട്ട 3 ഭരണശക്തികൾ ഏതെല്ലാമാണ്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടോ, മാച്ച് ദ ഫോളോയിങ്ങിനൊക്കെ ചോദിക്കുന്നതാണ്. നമ്മുടെ തമിഴകത്തെ പ്രധാനപ്പെട്ട 3 ഭരണശക്തികൾ. എൻ്റെ മനസ്സിൽ ഇപ്പോഴും നാണ്ട ഒന്നാമത്തേത് ഈ കിടക്കോ കുഞ്ഞുങ്ങളെ, ഞാൻ ആ ഒന്നാമത്തെ പറഞ്ഞത് കേട്ടോ ആഫ്രിക്കയിലെയാണ്. വിച്ച് ഈസ് ദ ഹയസ്റ്റ് മൗണ്ടൻ ഇൻ ആഫ്രിക്ക എന്നാണ് കേട്ടോ. ഏതാണ്? കിളിമഞ്ചാരോ പറഞ്ഞത് കേട്ടോ. അതുപോലെ വിച്ച് ഈസ് ദ ലോങ്സ്റ്റ് ഏഷ്യ യാങ്സി. പിന്നെ നമ്മൾ ആഫ്രിക്കയിലെ വിശാലമായ പുൽമേടുകൾ ഏതാണെന്ന് ഞാനത് പറഞ്ഞത്, അത് സാവന്ന ഗ്രാസ്ലാൻഡ് ആണ് കേട്ടോ. എവിടുത്തെ? ആഫ്രിക്കയിലെയാണ്. ഞാൻ ആ 1ഉം 2ഉം ആഫ്രിക്ക എന്ന് പറഞ്ഞില്ലായിരുന്നു. അതുകൊണ്ട് ആദ്യമേ മാത്രം ചിലപ്പോൾ ഇച്ചിരി കാണുന്നവർ ഇത് എവിടുത്തെയാണെന്നൊരു ഡൗട്ട് വരും. ആഫ്രിക്കയാണ് കുഞ്ഞുങ്ങളെ. ഇത് ആദ്യം തൊട്ട് അവസാനം വരെ കാണുന്നവർക്കറിയാം. ഇത് ഞാൻ 2-3 വട്ടം പറഞ്ഞു. അല്ലാത്തവർ ചിലപ്പോൾ ഇത് എവിടുത്തെ കാര്യം ഈ പറയുന്നതെന്നൊരു ഇത് വരും കേട്ടോ. നമുക്ക് നോക്കാം കമൻറ്റ് കാണുമ്പോൾ. ഇത് മൊത്തം കാണുന്നവർ ആരൊക്കെയുണ്ട് ഇല്ലേ? കുറച്ച് 1-2 ഒക്കെ കണ്ടിട്ട് സ്കിപ്പ് ചെയ്തോ ആരൊക്കെ ഉണ്ടെന്നൊക്കെ അപ്പോൾ നമുക്ക് കമൻറ്റ് കാണുമ്പോൾ അറിയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളെ. സാവന. വാട്ട് ഈസ് ദ വാസ്റ്റ് ഗ്രാസ് ലാൻഡ് ഓഫ് നോർത്ത് അമേരിക്ക? അമേരിക്കയിലെ അതിവിശാലമായ പുൽമേടുകൾക്ക്, വടക്കേ അമേരിക്കയിലെ അതിവിശാലമായ പുൽമേടുകൾക്ക്, ആഫ്രിക്കയിലെ വിശാലമായ പുൽമേടുകളാണ് സാവന്ന കേട്ടോ. വടക്കേ അമേരിക്കയിലെ അതിവിശാലമായ പുൽമേടുകളാണ് പ്രയറീസ്. തിരിഞ്ഞു പോകല്ലേ കേട്ടോ, പ്രയറീസ്. അടുത്ത വിച്ച് സോ ദ റൈസ് ഓഫ് ദ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഓൺ ദ ഏൻഷ്യന്റ് സിവിലൈസേഷൻ? പുരാതന നാഗരികതകളിൽ ഒന്നായി ഈജിപ്ഷ്യൻ സംസ്കാരം ഉടലെടുത്തു. മുമ്പേ നമ്മൾ പറഞ്ഞതാണ് ആഫ്രിക്കയാണ്. അപ്പം 45. അത് മുമ്പ് നമ്മൾ പറഞ്ഞതായിരുന്നു അല്ലേ? ശരിയാ. ഇനി ഇതാണ് നമ്മൾ പറഞ്ഞത് ചേരന്മാർ അല്ലേ, 3 മേജർ റൂളിംഗ് പവർ. തമിഴകത്തെ പ്രധാനപ്പെട്ട 3 ഭരണശക്തികൾ ഏതാണെന്ന് ചോദിച്ചാൽ നോക്കൂ നിങ്ങളെ. ചേരാസ് അല്ലെ, ചേരന്മാരുടെ ക്യാപിറ്റൽ തലസ്ഥാനം വാഞ്ചിന്നും പറയാം കേട്ടോ. വാഞ്ചി എന്ന ഇംഗ്ലീഷ് വാഞ്ചി. അടുത്ത ചോളന്മാർ തലസ്ഥാനം ഏതാ? ഉറയൂര്. അടുത്ത പാണ്ഡ്യാസ് ക്യാപിറ്റൽ മധുരൈ. ഈ 3 കേട്ടോ നിങ്ങൾ നല്ലപോലെ പഠിക്കും. ചിലപ്പോൾ തിരിച്ചു മറിച്ചും ഒക്കെ ഇട്ട് ചോദിക്കാം. എങ്ങനെ ചോദിച്ചാലും എഴുതാൻ അറിയാം കേട്ടോ. നിങ്ങൾ ഓക്കെ ആണല്ലോ? ആ 3 നല്ലപോലെ പഠിച്ചിരിക്കണം. 56 57 ദ സ്മാളസ്റ്റ് കോണ്ടിനെൻ്റ് ഏതാണ് അല്ലേ? ഏറ്റവും ചെറിയ ഭൂഖണ്ഡം എന്ന് പറയുന്നത് ഓസ്ട്രേലിയയാണ്. വൈറ്റ് കോണ്ടിനെൻ്റ്, വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക്കയാണ്. ഭൂമിയുടെ ശ്വാസകോശം എന്ന് വിശേഷിപ്പിക്കുന്നത് ആമസോൺ അല്ലേ? ഭൂമിയുടെ ശ്വാസകോശം എന്ന് വിശേഷിപ്പിക്കുന്ന ആമസോൺ മഴക്കാടുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ആമസോൺ മഴക്കാടുകളാണ് കേട്ടോ. അത് കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ തെക്കേ അമേരിക്കയിലാണ് കേട്ടോ. ചോദ്യം കേട്ടിട്ട് വേണേ. ദ ആമസോൺ റെയിൻ ഫോറസ്റ്റ് വിച്ച് ഈസ് കാൾഡ് ദ ലങ്സ് ഓഫ് ദ എർത്ത് ഈസ് ലൊക്കേറ്റഡ് സൗത്ത് അമേരിക്ക കേട്ടോ. അത് തിരിഞ്ഞു പോകല്ലേ. ഏത് ഭൂഖണ്ഡത്തിൽ നിന്നാണ് വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്ക് യാത്ര ആരംഭിച്ചത്? അങ്ങനെ ഒരു ചോദ്യമുണ്ട് കേട്ടോ. ഏത് ഭൂഖണ്ഡത്തിൽ നിന്നാണ് വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്കുള്ള യാത്ര ആരംഭിച്ചത്? യൂറോപ്പ്. ഫ്രം വിച്ച് കോണ്ടിനെന്റ് ഡിഡ് വാസ്കോ ഡ ഗാമ ബിഗിൻസ് ഹിസ് ജേർണി ടു ഇന്ത്യ? യൂറോപ്പ്. 60. 61. വാട്ട് ഈസ് ദ പ്രൈമറി സെക്ടർ ഈസ് ആൾസോ നോൺ ആസ്? പ്രാഥമിക മേഖല ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അഗ്രികൾച്ചറൽ സെക്ടർ. മുമ്പ് നമ്മൾ പറഞ്ഞു അല്ലേ. വാട്ട് ഈസ് ദ റിവാർഡ് ഫോർ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് നോൺ ആസ്? ലേബർ, വേജസ് ആണ്. മുമ്പ് പറഞ്ഞതാണ്. വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഗുഡ്സ് ആൻഡ് സർവീസ് നീഡഡ് ഫോർ പീപ്പിൾ ഈസ് കാൾഡ്? അതായത് ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയെ നമ്മൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നു. എന്താണ് പ്രൊഡക്ഷൻ എന്ന് ചോദിച്ചാൽ അതങ്ങ് എഴുതിക്കോണം കേട്ടോ. ദ്വിതീയ മേഖലയുടെ ഭാഗമായി വരുന്നത് നമ്മൾ പ്രൈമറി എന്ന് പറയുന്നത് അത് അഗ്രികൾച്ചറാണ് അല്ലേ. സെക്കൻഡറി സെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധമുണ്ട് കേട്ടോ.
ഏത് ഭാഗമായിട്ടാണ് വരുന്നതെന്നാണ് ചോദിച്ചത്? വൈദ്യുതി ഉൽപാദനം, പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. ഉൽപാദനത്തിന്റെ പശ്ചാത്തലത്തിൽ ഭൂമി എന്നത് എന്താണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് പ്രൊഡക്ഷൻസ് വാട്ട് ഡസ് ലാൻഡ് റെഫർ ടു? അതായത് നാച്ചുറൽ റിസോഴ്സസ് ലൈക്ക് വാട്ടർ, എയർ, സോയിൽ, ജലം, വായു, മണ്ണ് തുടങ്ങി പ്രകൃതി വിഭവങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഉൽപാദനത്തിന്റെ പശ്ചാത്തലത്തിൽ ഭൂമി എന്നത് എന്താണ് സൂചിപ്പിക്കുന്നത്? ഒരു നാച്ചുറൽ റിസോഴ്സസ് അല്ലേ, ലൈക്ക് എന്തൊക്കെയാ? വാട്ടറും എയറും സോയിലും ഒക്കെ ഉള്ളതല്ലേ. ഓക്കെ, 65 66ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് ദാറ്റ് ജനറേറ്റ് ഇൻകം കാൾഡ്? വരുമാനം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളെ നമ്മൾ എന്ത് പേരിലാണ് വിളിക്കുന്നത്? വരുമാനം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നാണ് നിങ്ങളെ പറയുന്നത്. വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് ദാറ്റ് ജനറേറ്റ് ഇൻകം കാൾഡ് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്നാണ് പറയുന്നത് കേട്ടോ. വാട്ട് ഈസ് എ പേഴ്സൺസ് ഹു ബൈയിങ് ആൻഡ് യൂസസ് ഗുഡ്സ് ഓർ സർവീസ് കാൾഡ് കൺസ്യൂമർ? അതായത് സാധനങ്ങളോ സേവനങ്ങളോ വില കൊടുത്ത് വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന വ്യക്തിയെ നമ്മൾ എന്താ പറയുന്നത്? ഉപഭോക്താവ് അല്ലെങ്കിൽ കൺസ്യൂമർ എന്നാണ് വിളിക്കുന്നത്. മൂലധനം എന്ന ഉൽപാദന ഘടകത്തിനുള്ള പ്രതിഫലം എന്താണ്? അതായത് വാട്ട് ഈസ് ദ റിവാർഡ് ഫോർ ദ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ക്യാപിറ്റൽ? ക്യാപിറ്റൽ എന്ന് വെച്ചാൽ അതിൻ്റെ മലയാളമാണ് മൂലധനം കേട്ടോ. ഈ മൂലധനം എന്ന പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ ഉൽപാദനം ഘടകത്തിനുള്ള പ്രതിഫലം, റിവാർഡ്, പ്രതിഫലം എന്താണ്? പലിശ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. പ്രാഥമിക മേഖല ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? നമ്മൾ മുമ്പേ പറഞ്ഞത് ഏതാ? അഗ്രികൾച്ചർ അല്ലെ, കാർഷിക മേഖല എന്നാണ് അറിയപ്പെടുന്നത്. കൗടില്യന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള വാക്കുകൾ ഏത് പുരാതന ഗ്രന്ഥത്തിലാണ് ഉള്ളത്? കൗടില്യന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള വാക്കുകൾ ഏത് പുരാതന ഗ്രന്ഥത്തിലാണ് ഉള്ളത്? അർത്ഥശാസ്ത്രം കേട്ടോ, അർത്ഥശാസ്ത്ര. വിച്ച് ആൻഷ്യൻ ടെക്സ്റ്റ് കണ്ടെയ്ൻസ് ദ വേർഡ് ഓഫ് കൗടില്യ അബൌട്ട് എക്കണോമിക് ആക്ടിവിറ്റി? അർത്ഥശാസ്ത്ര. 71ാമത്തെ ചോദ്യം, ചരിത്രത്തിലേക്ക് പായ്ക്കപ്പൽ ഓടിച്ച പോർച്ചുഗീസുകാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നങ്കൂരമിട്ട ഗോവൻ തീരങ്ങളിലെ മീൻപിടുത്തക്കാരുടെ ഇഷ്ടദേവതയുടെ പേരെന്താണ്? മാതേയി എന്നാണ്. ഇന്ത്യൻ നാവികസേനയുടെ മാതേയി എന്ന പായ്ക്കപ്പൽ ഒറ്റയ്ക്ക് ഒരിടത്തും നിർത്താതെ ലോകം ചുറ്റി വന്ന ആദ്യ ഇന്ത്യക്കാരനും മലയാളിയും ആരായിരുന്നു? കമാൻഡർ അഭിലാഷ് ടോമി ആയിരുന്നു. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണം കേട്ടോ. അബദ്ധത്താലെങ്ങാണം ചോദിച്ചാൽ ഈ പേരൊക്കെ ഓർത്ത് വെച്ചേക്കണം. സമുദ്രങ്ങൾക്കിടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗം ഏതാണ്? അതിനെയാണ് നമ്മൾ ഭൂഖണ്ഡങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ, കോണ്ടിനെന്റ് കേട്ടോ. സമുദ്രങ്ങൾക്കിടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗമാണ്. ഭൂഖണ്ഡങ്ങൾ എത്ര എണ്ണം, ഏതെല്ലാം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഭൂഖണ്ഡങ്ങൾ മൊത്തം 7 എണ്ണമാണ്. ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ. ഇതിൽ ഏറ്റവും വലിയ ഭൂഖണ്ഡം എന്ന് പറയുന്നത് ഏഷ്യയാണ്. ഏഷ്യയുടെ അതിരുകൾ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കിഴക്ക് പസഫിക് സമുദ്രം, പടിഞ്ഞാറ് യൂറോപ്പാണ്, വടക്ക് ഇന്ത്യൻ ഓഷനാണ് അല്ലെ, ഇന്ത്യൻ സമുദ്രമാണ്, തെക്ക് ആർട്ടിക് സമുദ്രമാണ് കേട്ടോ. ഏഷ്യയുടെ അതിരുകൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. യൂറോപ്പിനെയും ഏഷ്യയെയും തമ്മിൽ വേർതിരിക്കുന്ന പർവ്വതനിരയെ യൂറൽ പർവ്വതനിര എന്നാണ് പറയുന്നത്. ഏഷ്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന യൂറൽ, അതൊക്കെ ഒരു മാർക്കിന്റെ ഇമ്പോർട്ടൻ്റ് ആട്ടോ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റാ. എന്നാലും യൂറോപ്പിനെയും ഏഷ്യയെയും തമ്മിൽ വേർതിരിക്കുന്ന പർവ്വതനിര ഏഷ്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന യൂറൽ പർവ്വതനിരയാണ്. 78 ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? എവറസ്റ്റ് ആണ്. ഈ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഏഷ്യയിലെ ഹിമാലയ പർവ്വതത്തിലാണ്. ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ നദി യാങ്സിയാണ്. വളരെ കുറച്ചു മാത്രം മഴ ലഭിക്കുന്ന വരണ്ട വിശാലമായ ഭൂപ്രദേശങ്ങളാണ് മരുഭൂമികൾ എന്ന് പറയുന്നത് കേട്ടോ. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. വളരെ കുറച്ച് മാത്രമേ മഴ ലഭിക്കത്തുള്ളൂ, അപ്പോഴാണ് മരുഭൂമി അല്ലേ. ഏറെക്കുറെ നിരപ്പായ വിശാലമായ ഭൂപ്രദേശങ്ങളെ നമ്മൾ സമതലങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്നും ഉയർന്നതും താരതമ്യേന നിരപ്പായ ഉപരിതലത്തോടു കൂടിയതുമായ വിസ്തൃതമായ ഭൂപ്രദേശത്തെ നമ്മൾ പീഠഭൂമികൾ അല്ലേ, പീഠഭൂമികൾ എന്ന് വിളിക്കുന്നുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം ഇന്ത്യയിലെ മേഘാലയയിലുള്ള മൗസിൻറാം എന്നാണ് കേട്ടോ.
മൗസിൻഡ്രം. അത്യുഷ്ണം അനുഭവപ്പെടുന്ന പ്രദേശം ഏഷ്യയിൽ അറേബ്യൻ മരുഭൂമിയാണ്. അതിശൈത്യം അനുഭവപ്പെടുന്ന പ്രദേശം ഏഷ്യയിൽ സൈബീരിയയുമാണ്. ഇതൊക്കെ ചോദിക്കുകയെ കേട്ടോ. അത്യുഷ്ണം ഭയങ്കര ചൂട് അനുഭവപ്പെടുന്ന പ്രദേശം ഏഷ്യയുടെയാണ് അറേബ്യൻ മരുഭൂമി. അതിശൈത്യം അനുഭവപ്പെടുന്ന പ്രദേശം ഏഷ്യയിൽ സൈബീരിയയുമാണ് കേട്ടോ. ഞാൻ ഈ സ്ഥലപ്പേര് ചിലപ്പോൾ മുമ്പ് ഫസ്റ്റ് രണ്ടാമത്തെ മൂന്നാമത്തെ ഒക്കെ പറയാത്തതുകൊണ്ട് ഇപ്പോൾ എനിക്ക് പറയുമ്പോൾ തന്നെ അല്ലേ നല്ല രീതിയിൽ എടുക്കാമല്ലോ വന്ന ആ ഒരു ഇതാകെ പോയി. കാരണം ആ ഫസ്റ്റ് ഇതിലേ മനസ്സിലാക്കിക്കോണേ നിങ്ങൾ കേട്ടോ. അത്യുഷ്ണം അനുഭവപ്പെടുന്ന പ്രദേശം ഏഷ്യയിലെ അറേബ്യൻ മരുഭൂമിയാണ്. അതിശൈത്യം അനുഭവപ്പെടുന്നത് ഏതാ സൈബീരിയയാണ് കേട്ടോ. 86 അടുത്ത 87 ചോദ്യം. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഭൂഖണ്ഡം ഏതാണ്? ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഭൂഖണ്ഡം ഏഷ്യയാണ് കേട്ടോ. പോപ്പുലേഷൻ. ലോകത്ത് ഏറ്റവും അധികം നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് മുമ്പ് നമ്മൾ പറഞ്ഞല്ലേ റൈസ് അല്ലേ. റൈസ് ഏറ്റവും കൂടുതൽ ഏഷ്യയാണ്. വലുപ്പത്തിൽ 2ാം സ്ഥാനമുള്ള ഭൂഖണ്ഡം ആഫ്രിക്കയാണ്. 1 ഏഷ്യയാണ്, 2ാം സ്ഥാനം ആഫ്രിക്കയാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നൈൽ നദിയാണ്. നൈല്. ഭൂമിയിലെ ഏറ്റവും വലിയ ഉഷ്ണ മരുഭൂമി ഭൂമിയിലെ ഏറ്റവും വലിയ ഉഷ്ണ മരുഭൂമി സഹാറയാണ്. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതം ആഫ്രിക്കയിലെ കണ്ടോ. ഒരു കാര്യം തന്നെ എടുത്തെടുത്ത് പറയുന്നുണ്ട്, ഇതെല്ലാം കാണുന്നവർക്കാണ് ഇത് വരുന്നത്. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതം കിളിമഞ്ചാരോ ആണ് കേട്ടോ. മൗണ്ടൻ ആണ് കിളിമഞ്ചാരോ. ഉഷ്ണ മഴക്കാടുകൾ ഉൾക്കൊള്ളുന്ന സ്ഥലത്തെ നമ്മൾ കോങ്കോ റിവർ അല്ലെ കോങ്കോ നദി എന്നാണ് പറയുന്നത്. ആഫ്രിക്കയിലെ വിശാലമായ പുൽമേടുകൾ ആഫ്രിക്കയിലെയാണ് സാവന്ന. വടക്കേ അമേരിക്കയിലെ അതിവിശാലമായ പുൽമേടുകളുടെ പേര് പ്രയറീസ് എന്നാണ്. പ്രയറീസ്. ഏഷ്യയിലെ സസ്യജന്തുജാലകങ്ങൾ ഏതൊക്കെയാണ്? ഏഷ്യയിലെ നമ്മുടെ ഇവിടുത്തെ അങ്ങ് പറഞ്ഞാൽ മതി, എന്തൊക്കെയുണ്ടോ അതെല്ലാം പറഞ്ഞാൽ മതി കേട്ടോ. പിന്നെ ആഫ്രിക്കയിലെ സസ്യജന്തുജാലങ്ങൾ ഏതൊക്കെയാണ്? ഏഷ്യയിലെ ആണ് പറഞ്ഞത്. ആഫ്രിക്കയിലാണെങ്കിൽ കറുത്ത കാണ്ടാമൃഗം, ആഫ്രിക്കൻ കാട്ടുനായ, വൃക്ഷം ബയോബാബ് അല്ലെ. ബയോബാബ് എന്ന് പറയുന്ന വൃക്ഷം ഇവയൊക്കെയാണ്. വടക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന 2 പ്രധാന പർവ്വതനിരയാണ് റോക്കി, അപ്പലേച്ചിയൻ എന്ന് പറയുന്നത് കേട്ടോ. വടക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന 2 പ്രധാന പർവ്വതനിരയാണ് റോക്കി, അപ്പലേച്ചിയൻ. ഇതൊക്കെ നമ്മുടെ ടെസ്റ്റിൽ കിടപ്പുണ്ട്. 98 99 ചോദ്യം. വടക്കേ അമേരിക്കയിലെ സസ്യജന്തുജാലങ്ങൾ നമ്മൾ ഏഷ്യയുടെ പറഞ്ഞു, അമേരിക്കയുടെ പറഞ്ഞു അല്ലേ. വടക്കേ അമേരിക്കയിലെ സസ്യജന്തുജാലങ്ങൾ കാലിഫോർണിയ പോപ്പി, സഗ്ഗോരോ കള്ളിച്ചെടി, മൂസ് എന്നിവയൊക്കെ വടക്കേ അമേരിക്കയിലെയാണ്. മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ നമ്മൾ എന്താ പറയുന്നത്? എക്സിമോകൾ എന്നാണ് അല്ലേ. ഇന്യൂട്സുകൾ എന്നോ അല്ലെങ്കിൽ എക്സിമോകൾ എന്നാണ് പറയുന്നത്. ഭൂമിയുടെ ശ്വാസകോശം മുമ്പേ നമ്മൾ പറഞ്ഞതാണ് അല്ലേ. ഭൂമിയുടെ ശ്വാസകോശം എന്ന് പറയുന്നത് ആമസോൺ മഴക്കാടുകളാണ്. ലോകത്തിലെ ഏറ്റവും നീളമേറിയ പർവ്വതനിര ലോകത്തിലെയാണ് ഏറ്റവും നീളമേറിയ പർവ്വതനിര ആൻഡീസ് ആണ് കേട്ടോ. ആൻഡീസ്. ഏറ്റവും വലിയ നദി ആമസോണുമാണ്. ഏറ്റവും വലിയ നദി ആമസോൺ. ലോകത്തിലെ ഏറ്റവും വരണ്ട മരുഭൂമി എന്ന് ലോകത്തിലെയാണ്. ഓരോന്നും നോക്കണം, നമ്മൾ ഏതെങ്കിലും ഭൂഖണ്ഡങ്ങളുടെ ആണോ പറയുന്നത് എന്ന് എടുത്തു നോക്കണം. ഇത് ലോകത്തിലെ ഏറ്റവും വരണ്ട മരുഭൂമി തെക്കേ അമേരിക്കയിലെ അറ്റക്കാമ എന്ന് പറഞ്ഞിട്ട് അറ്റക്കാമ. ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണമേഖലാ തണ്ണീർത്തട പ്രദേശങ്ങളിൽ ഒന്നാണ് തെക്കേ അമേരിക്കയിലെ പാൻറ്റനൽ. നിങ്ങൾക്കിപ്പോൾ ഒരു ഡൗട്ട് വരും, ഇതെന്താ ഇതിൻ്റെ ഇംഗ്ലീഷ് ഇല്ലയോ എന്ന്. ഈ മലയാളം തന്നെ ഞാൻ പിന്നെയും ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടോ നിങ്ങൾ? ഇതെല്ലാം ഇംഗ്ലീഷിലുണ്ട്. പാൻറ്റനൽ എന്നാണ് കേട്ടോ. തെക്കേ അമേരിക്കയിലെ സസ്യജന്തുജാലങ്ങൾ. വടക്കേ അമേരിക്കയിലാണ് കാലിഫോർണിയ പോപ്പി, മ്യൂസും ഒക്കെ ഉള്ളത്. തെക്കേ അമേരിക്കയിലെ സസ്യജന്തു ലാമ, കാപ്പിബാര, ആമസോൺ വാട്ടർ ലില്ലി, ആൻഡിയൻ ലൂപ്പിൻ. ഏതെങ്കിലും ഒരു 2 പേരല്ല എല്ലാ സ്ഥലങ്ങളിലെയും ഒന്ന് പഠിച്ചു വെച്ചാൽ കേട്ടോ. ഏഷ്യയിൽ എന്തൊക്കെയുണ്ട്, വടക്കേ അമേരിക്കയിൽ, തെക്കേ അമേരിക്കയിൽ, ആഫ്രിക്കയിൽ, അന്റാർട്ടിക്കയിൽ ഒക്കെ സസ്യജന്തുജാലങ്ങളുടെ ഒരു 2 വെച്ചൊന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. പൂർണ്ണമായും ദക്ഷിണ സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക കേട്ടോ. മൊത്തത്തിൽ പൂർണ്ണമായിട്ടും ദക്ഷിണ സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക. 107 108 ചോദ്യം. അന്റാർട്ടിക്കയിലെ കിഴക്കൻ അന്റാർട്ടിക്ക എന്നും പടിഞ്ഞാറൻ അന്റാർട്ടിക്ക എന്നും വിഭജിക്കുന്ന പർവ്വതനിര ഏതാണ്? അന്റാർട്ടിക്കയെ കിഴക്കൻ അന്റാർട്ടിക്ക എന്നും പടിഞ്ഞാറൻ അന്റാർട്ടിക്ക എന്നും വിഭജിക്കുന്ന പർവ്വതനിര ഏതാണ്? ട്രാൻസ് അന്റാർട്ടിക് പർവ്വതനിരയാണ് കേട്ടോ. ഇംഗ്ലീഷും അത് തന്നെയാണ്. ട്രാൻസ് അന്റാർട്ടിക് പർവ്വതനിരയാണ്. അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ പർവ്വതം ഏതാണ്? അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ മൗണ്ടൻ ഏതാണ്? വിൻസൺ മാസിഫ് ആണ് കേട്ടോ. വിൻസൺ മാസിഫ്. വർഷം മുഴുവനും മഞ്ഞ് മൂടിക്കിടക്കുന്ന ശീത മരുഭൂമിയാണ് അന്റാർട്ടിക്ക. അന്റാർട്ടിക്കയിലെ പ്രധാന സസ്യജന്തുജാലങ്ങൾ നോക്കണേ. നമ്മളിപ്പോൾ ഈ പറഞ്ഞ 7 കോണ്ടിനെന്റിൻ്റെയും
പ്രധാന ജന്തുജാലങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങളെപ്പോഴും ഒരു 2-3 പഠിച്ചു വെച്ചേക്കണം. 7 പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. അതിൽ ലാസ്റ്റ് അന്റാർട്ടിക്കയാവും നിങ്ങളെ. അന്റാർട്ടിക്കയിലെ ഏതാ പായലുകൾ, പെൻഗിനുകൾ, സീലുകൾ, ഇതെല്ലാം അന്റാർട്ടിക്കയിലെ സസ്യജന്തുജാലങ്ങളാണ്. മനുഷ്യവാസം തീരെ ഇല്ലാത്ത ഭൂഖണ്ഡവുമാണ് അന്റാർട്ടിക്ക. മനുഷ്യരൊന്നും അവിടെ താമസിക്കാൻ പറ്റത്തില്ല, അത്ര തണുപ്പാട്ടോ. ഓക്കെ, പിന്നെ കിഴക്കൻ യൂറോപ്പിലെ അതിവിശാലമായ പുൽമേടുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കിഴക്കൻ യൂറോപ്പിലെ വേറെ നമ്മൾ കുറേ പുൽമേടുകൾ പഠിച്ചു. കിഴക്കൻ യൂറോപ്പിലെ അതിവിശാലമായ പുൽമേടുകളെ സ്റ്റെപ്പി എന്നാണ് അറിയപ്പെടുന്നത്. സ്റ്റെപ്പി കേട്ടോ. യൂറോപ്പിൻ്റെ വടക്കൻ തീരങ്ങളുടെ ചില ഭാഗങ്ങൾ ഏത് പേരുകളാണ്? യൂറോപ്പിൻ്റെ വടക്കൻ തീരങ്ങളുടെ ചില ഭാഗങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഫിജോർഡുകൾ കേട്ടോ, അല്ലെങ്കിൽ ഫിയോർഡുകൾ എന്നും പറയാം. ഫിജോർഡുകൾ എന്നോ ഫിയോർഡുകൾ. യൂറോപ്പിലെ സസ്യജന്തുജാലങ്ങൾ ഏതൊക്കെയാണ്? യൂറോപ്പിൻ്റെ നമ്മൾ ഓരോ കോണ്ടിനെൻറ്റും പഠിച്ചു. നിങ്ങളത് സെപ്പറേറ്റ് ഞാൻ പറയുമ്പം എല്ലാം അറിയാം, പക്ഷേ സെപ്പറേറ്റ് എഴുതിയെടുക്കണം. നമ്മൾ പഠിച്ച 7 കോണ്ടിനെൻറ്റിലെയും സസ്യജന്തുജാലങ്ങൾ കേട്ടോ. യൂറോപ്പിൽ ഏതൊക്കെയാണ്? കോർക്ക്, ഓക്ക് മരങ്ങൾ, ആൽപൈന്, സ്റ്റെപ്പി പുൽമേട്, ലിങ്ക്സ് കേട്ടോ, ഇതൊക്കെ അവിടെ ഉള്ളതാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരമാണ് ഏതൻസ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരം ഏതൻസ്, റോം. നമ്മൾ പഠിച്ചതാ ഇല്ലേ, അതിനെക്കുറിച്ചൊക്കെ പഠിച്ചതാണ്. കങ്കാരുവിനെ കാണപ്പെടുന്ന ഭൂഖണ്ഡമാണ് കുഞ്ഞുങ്ങളെ ഓസ്ട്രേലിയ. ഏറ്റവും ചെറിയ ഭൂഖണ്ഡം, ഏറ്റവും വലിയത് ഏതായിരുന്നു? ഏഷ്യയാണ്. ഏറ്റവും ചെറിയത് ഓസ്ട്രേലിയയുമാണ്. ഓസ്ട്രേലിയയിലെ പ്രധാന പർവ്വതനിരയാണ് ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ച് എന്ന് പറയുന്നത്. ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ച്. ഓസ്ട്രേലിയയിലെ സസ്യജന്തുജാലങ്ങളാണ് പ്ലാറ്റിപ്പസ്, എക്കിഡ്ന, അക്കേഷ്യ, യൂക്കാലിപ്റ്റസ്. ഇതൊക്കെ ഓസ്ട്രേലിയയിലെ സസ്യജാലങ്ങളാണ് കേട്ടോ. ഓസ്ട്രേലിയയിലെ മരുഭൂമിയാണ് ഗ്രേറ്റ് വിക്ടോറിയ കേട്ടോ. ഓസ്ട്രേലിയയിൽ പവിഴപ്പുറ്റുകൾ നിർമ്മിതമായത് എങ്ങനെയാണ്? ഓസ്ട്രേലിയയുടെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രേറ്റ് ബാരിയർ റീഫ് എന്നാണ് കേട്ടോ. നിർമ്മിതമായത് എങ്ങനെയാണ്? ഓസ്ട്രേലിയയുടെ കിഴക്ക് തീരത്ത്. ഈ എല്ലാത്തിനും കിഴക്കും വടക്കും പടിഞ്ഞാറും ഒക്കെ ഉണ്ടല്ലോ. ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിലെ ഫലപുഷ്ടമായ കാർഷിക മേഖല. ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിലെ ഫലഭൂഷ്ടമായ കാർഷിക മേഖലയാണ് മുറേ ഡാർലിംഗ് നദീതടം. മുറേ ഡാർലിംഗ് നദീതടം. നിങ്ങൾ ഞാൻ 175 തന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ആ 175 പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഒക്കാവുന്നതിനെ പഠിക്കുക കേട്ടോ. മുറേ ഡാർലിംഗ് നദീതടം പൂർണ്ണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ടതാണ് കുഞ്ഞുങ്ങളെ നമ്മുടെ ഓസ്ട്രേലിയ. മുമ്പേ നമ്മൾ പറഞ്ഞതാ. വാസ്കോ ഡ ഗാമ ഏത് ഭൂഖണ്ഡത്തിൽ നിന്നാണ് ഇന്ത്യയിലോട്ട് വന്നത്? നമ്മൾ മുമ്പേ പറഞ്ഞതാ. ഏതാ? യൂറോപ്പിൽ അല്ലേ. യൂറോപ്പിലെ ലിസ്ബണിൽ നിന്നുമാണ്. യൂറോപ്പിലെ എവിടെ നിന്നും അദ്ദേഹം വന്നത്? ലിസ്ബണിൽ നിന്ന് കേട്ടോ. 125 ക്വസ്റ്റ്യൻ. ഓക്കെ കുഞ്ഞുങ്ങളെ, 125 വൺ വേർഡുകളാണ്. ഇനി നമുക്ക് ചാപ്റ്റർ ബേസ് പറയാം. ചാപ്റ്റർ 5 സോഷ്യൽ സയൻസിൻ്റെ കൾച്ചർ ആൻഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റീസ്, സംസ്കാരവും സാംസ്കാരിക വൈവിധ്യവും എന്ന് പറയുന്ന ചാപ്റ്റർ കുഞ്ഞുങ്ങളെ. അതിൻ്റെ എല്ലാ നോട്ട് നമ്മൾ തന്നതാണ്. ഒന്നാമത്തെ നോട്ട് ഇതാണ് കേട്ടോ. രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജസ്ഥാനും കേരളയും തമ്മിലുള്ള വ്യത്യാസം, അവിടെ ഓരോരുത്തടത്തും എങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊരു ചോദ്യമുണ്ട് കേട്ടോ. അതെല്ലാം നമ്മൾ പറഞ്ഞതാണ്. ഇനി അഥവാ അത് എഴുതാനോ ഒന്നും പറ്റാത്തവർക്ക് മൂന്നാമത്തേതും ആ രാജസ്ഥാനും കേരളയെക്കുറിച്ചുമുള്ളതാണ് കേട്ടോ. നിങ്ങളിത് സമാധാനത്തെ എഴുതിയെടുക്കണം. അടുത്ത ഇതുപോലൊരു ബോക്സൊക്കെ തന്നിട്ട് എഴുതാൻ നമ്മളോട് ചോദിച്ചായിരുന്നു എൻ്റെ നാടിനെക്കുറിച്ച്. പിന്നെ പ്രധാനപ്പെട്ട നിങ്ങൾ എന്താണ് കൾച്ചർ കേട്ടോ. സംസ്കാരം, നമുക്ക് സംസ്കാരം എന്നാൽ എന്ത് കേട്ടോ. അതിൻ്റെ ഇംഗ്ലീഷും ഉണ്ട് മലയാളവും ഉണ്ട്. ഉണ്ടേ, ഞാനെല്ലാം ഇങ്ങനെ കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് എഴുതിയെടുക്കാമല്ലോ. കൾച്ചർ എന്നാൽ എന്ത്. ഓക്കെ, അടുത്തത് സോഷ്യലൈസേഷൻ എന്നാൽ എന്ത്. ഈ പറയുന്ന എല്ലാം 2-3 മാർക്കിൻ്റെയും ചോദ്യമാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞ എല്ലാം വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഞാൻ 1-2 വെട്ടമൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ നല്ലത് തന്നെ ആവും നിങ്ങൾ, കാരണം നിങ്ങൾക്ക് ഒന്നും കൂടെ പഠിക്കാൻ പറ്റുമല്ലോ. സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ സാമൂഹീകരണം എന്നാൽ എന്താണ് കണ്ടോ. അടുത്തത് എന്താ? സംസ്കാരത്തിൻ്റെ വിവിധ ഘടകങ്ങൾ ഏതെല്ലാമാണ്? കോമ്പോണൻറ്റ്സ് ഓഫ് കൾച്ചർ 7ാമത്തത്. അടുത്തത് എന്താ? കൾച്ചർ ഹാസ് മെറ്റീരിയലും ഉണ്ട് നോൺ മെറ്റീരിയലും ഉണ്ട്. മുമ്പ് നമ്മൾ പഠിച്ചല്ലേ. ഭൗതികവും ഉണ്ട്, മെറ്റീരിയൽ ആണ്. ഇതാവും നിങ്ങളെ മെറ്റീരിയൽ. ഭൗതിക സംസ്കാരം എന്നാൽ എന്താണ് എന്ന് ചോദിച്ചാൽ ഇത് എഴുതണം. നോൺ മെറ്റീരിയൽ നോക്കിയേ, ഭൗതികേതര സംസ്കാരം എന്നാന്ന് ചോദിച്ചാൽ ഇത് എഴുതണം കേട്ടോ. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾ എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടിത് നമുക്കിഷ്ടമുള്ള കുറേ എണ്ണത്തിൻ്റെ പേര് അത് മനസ്സിലാക്കണേ. കുറേ സാധനത്തിൻ്റെ പേര് മെറ്റീരിയൽ എഴുതാം, അല്ലാതുള്ളതൊക്കെ നമുക്ക് എന്താ നോൺ മെറ്റീരിയലുമാണ്.
നമ്മൾ പറഞ്ഞതായതുകൊണ്ടാണ് കേട്ടോ. ഇനി ഇതൊക്കെ നോക്കിക്കേ, മൊത്തം എത്ര കറൻസി നോട്ടിൽ എത്ര ഭാഷകളുണ്ടെന്നും കേട്ടോ. ഇതൊക്കെ വൺ വേർഡാണ്. ഞാൻ ഇവിടെയൊക്കെ ഒത്തിരി എഴുതിയത് കൊണ്ട് ഞാനതൊക്കെ അങ്ങ് സ്കിപ്പ് ചെയ്ത് വിട്ടാം. കാരണം പിന്നെ ഞാൻ ഒരെണ്ണം തന്നെ ചിലപ്പോൾ ഒത്തിരി വട്ടം വായിക്കുന്നത്. ഓക്കെ, സംസ്കാരത്തിൻ്റെ സവിശേഷതകൾ ഏതെല്ലാം? ഫീച്ചേഴ്സ് ഓഫ് കൾച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 5 എണ്ണം നല്ലതുപോലെ തന്നെ പഠിക്കണം. സംസ്കാരത്തിൻ്റെ സവിശേഷതകൾ വായിക്കാൻ അറിയാമല്ലോ അല്ലേ. അടുത്തത് ഇത് സദ്യകളെക്കുറിച്ചും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പഠിപ്പിച്ചു. ഇതൊക്കെ നമ്മുടെ ടെസ്റ്റിലെ കുറേ ചോദ്യമാണ്. പിന്നെ എൻകൾച്ചറേഷൻ അല്ലേ, എൻകൾച്ചറേഷൻ എന്താണ്? സോ സംസ്കാരമാർജിക്കൽ എന്ന് വെച്ചാൽ എന്താണ്? ഇതൊക്കെ 1 മാർക്കിന് ചോദിക്കാം കേട്ടോ. ഞാൻ ഒത്തിരിയും പെട്ടെന്ന് എഴുതാഞ്ഞതാണ്. ഇതൊക്കെ ചോദിക്കാൻ കൊള്ളാവുന്ന ക്വസ്റ്റ്യനാണ്. നിങ്ങൾ പഠിച്ചെടുത്ത ചില സംസ്കാര രീതികൾ എന്തൊക്കെയാണ്? നമ്മളതിന് വല്ലതും പഠിച്ചോ ഇല്ലയോ? പഠിച്ചായിരുന്നോ? നമ്മൾ നമസ്തേ പറയുക, ടീച്ചർ ഗുഡ് മോർണിംഗ് പറയുക അല്ലേ, ദേശീയഗാനം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് ഇരിക്കുക, മുതിർന്നവരെ ബഹുമാനിക്കുക അല്ലേ. അതിൻ്റെ ഇംഗ്ലീഷും മലയാളം ഉണ്ടേ നിങ്ങളേട്ടെ. ഓക്കെ, ഓണസദ്യയുടെ പ്രത്യേകതകൾ എന്തല്ല, അതൊക്കെ നിങ്ങൾ കയ്യിൽ നിന്ന് വെച്ചങ്ങ് താങ്ങിയാൽ മതി കേട്ടോ. നമ്മളൊക്കെ എല്ലാ വർഷവും നമ്മളൊക്കെ അല്ലേ ഓണം ആഘോഷിക്കുന്നത്. അപ്പോൾ അറിയാവുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് എഴുതി വെക്കണം. അറിയത്തില്ല, അയ്യോ എനിക്കറിയത്തില്ല, അണിയത്തില്ല, എന്ത് ചോദിച്ചാലും ഇല്ലേ, ചിലതിനോട് എന്ത് ചോദിച്ചാലും ഓണം എന്തോന്ന് ചോദിച്ചാലും എന്ന അവസ്ഥയാവരുത് കേട്ടോ. ഇതെല്ലാം നോക്കൂ, നിങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ടെസ്റ്റിലെ ചോദ്യം കേട്ടോ. ഇതൊക്കെ മെഹന്തി ഇടുന്നതിനെക്കുറിച്ചും കാവുകളിൽ തെയ്യത്തെക്കുറിച്ചൊക്കെ ചിലപ്പോൾ എഴുതാൻ ചോദിക്കും. നിങ്ങൾക്ക് ഒരു അനുഷ്ഠാന കലയെക്കുറിച്ച് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു അനുഷ്ഠാന കലയെക്കുറിച്ചൊക്കെ എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ വ്രതമെടുത്ത് നിന്നാന്നും ഒക്കെയാണ്ടേ. തെയ്യം 21ാമത്തെ ചോദ്യം ടെസ്റ്റിലെ ചോദ്യം കേട്ടോ. പേജ് നമ്പർ 69. സംസ്കാരത്തിൻ്റെ മാറ്റങ്ങൾ ഡിഫിനിഷൻ സംസ്കാരത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഫീച്ചേഴ്സ് മുമ്പ് നമ്മളൊരു 5 എണ്ണം പറഞ്ഞു ഇല്ലേ. എൻകൾച്ചറേഷൻ അത് മുമ്പ് നമ്മൾ പറഞ്ഞ കൾച്ചർ ഈസ് സിംബയോട്ടിക് ആണ്. ഇത് നമ്മൾ പറഞ്ഞില്ല, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യയുടെ യഥാർത്ഥ ശക്തി എന്താണ്? നമ്മുടെ ടെസ്റ്റിലെ ചോദ്യമാണ്. സംസ്കാരത്തിൻ്റെ 2 പ്രധാന ഘടകങ്ങൾ എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. സാമൂഹ്യവൽക്കരണം എന്നാൽ എന്തെന്നുണ്ട്. വാട്ട് ഈസ് എ കൾച്ചറൽ ഡിഫ്യൂഷൻ എന്നാൽ എന്നത്? ഇതൊക്കെ 2 മാർക്കിൻ്റെ ചോദ്യമാണ് കേട്ടോ. ഇതൊക്കെ സമയം പോലെ ഇരുന്ന് പഠിക്കണം. ദിവസങ്ങളുണ്ടല്ലോ, സമാധാനത്തെ ഇരുന്ന് പഠിക്കണം. അൾകൾച്ചറേഷൻ സാംസ്കാരിക സങ്കലനം എന്നാൽ എന്താണ്? ഇത് വലുതായിട്ട് തോന്നുന്നത് മലയാളവും ഇംഗ്ലീഷും കൂടെ കിടക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അവനവൻ്റെ പഠിച്ചാൽ മതി. അസിമിലേഷൻ എന്നാൽ എന്താണ്? അസിമിലേഷൻ്റെ മലയാളം. സാംസ്കാരിക സ്വാംശീകരണം എന്നാൽ എന്താണ്? സാംസ്കാരിക മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ബാഹ്യ ഘടകങ്ങൾ എന്തൊക്കെയാണ്? 19. ഓക്കെ നിങ്ങളെ 5ാമത്തെ ചാപ്റ്ററിലെ ഒരുവിധം പ്രധാനപ്പെട്ട എല്ലാം നമ്മളിപ്പോൾ പറഞ്ഞു കേട്ടോ. 5ാമത്തെ ചാപ്റ്റർ 1 വേർഡ് നമ്മളൊരു 125 എണ്ണത്തോളം പറഞ്ഞായിരുന്നു കേട്ടോ. ഓക്കെ, അടുത്ത 6ാമത്തെ ചാപ്റ്റർ ആവും നിങ്ങളെ ഫ്രം അഗ്രികൾച്ചർ ടു ഇൻഡസ്ട്രി. ഇതൊക്കെ ടെസ്റ്റിലെ ഈ ഓരോ മാർക്കിന് ചോദിക്കുമല്ലോ, അതാണോ നിഷാൻ്റെ നിരീക്ഷണം എഴുതാനും ഒക്കെ കേട്ടോ. സിൽക്ക് റൂട്ട് അതാണ്ട് ഇത് ചോദിക്കുന്നത്. കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വാണിജ്യബന്ധം നിലനിർത്തിയിരുന്ന വാണിജ്യപാതയുടെ പേരെന്താണ്? ഞാൻ ഈ വായിച്ചില്ലെന്ന് വിചാരിച്ച് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വിടല്ലേ. ഇതൊക്കെ സിൽക്ക് റൂട്ടാണ് കേട്ടോ. സിൽക്ക് റൂട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തുണിയുമായിട്ട് ബന്ധപ്പെട്ടല്ല, ആ വഴിയുടെ പേരാണ് കേട്ടോ. അടുത്തത് സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നാൽ എന്ത്? ഞാൻ വായിക്കാത്തത് കുറേ നേരം കൊണ്ട് ഞാൻ വായിക്കുന്നു നിങ്ങൾ. രാവിലെ തൊട്ട് ഞാൻ വായിക്കും. ഇപ്പോൾ രാത്രി ഇത്രയും സമയമായില്ലേ, വായിച്ച് എൻ്റെ തൊണ്ടയിലെ വെള്ളം പറ്റുന്നു കേട്ടോ. മാക്സിമം ഞാൻ വായിക്കുന്നുണ്ടെല്ലാം. എന്നാലും എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ ചാനൽ മാത്രം കണ്ട് പരീക്ഷ എഴുതുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതെല്ലാം ഒന്നും കൂടി കാണിക്കുന്നത്. കാരണം എനിക്ക് ആ കമൻറ്റുകളൊക്കെ വായിക്കുന്നുണ്ട്. ഇത് കുട്ടികളെക്കാൾ കൂടുതൽ രക്ഷകർത്താക്കൾക്കാണ് ഉപകരിക്കുന്നതെന്നാണ്. കാരണം കുട്ടികൾ ഇതൊന്നും എഴുതിയെടുക്കത്തില്ല, രക്ഷകർത്താക്കളാണ് ഇതെല്ലാം എഴുതേണ്ടത്. ട്രേഡ് എന്നാൽ എന്താണ്, അതിൻ്റെ മലയാളം ഇംഗ്ലീഷും ഉണ്ട്. ബാർട്ടർ സിസ്റ്റം എന്നാൽ എന്താണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് കേട്ടോ. ഓക്കെ, നമ്മളിപ്പോൾ മുമ്പ് പറഞ്ഞു പ്രൈമറി സെക്ടർ, പ്രാഥമിക മേഖല എന്നാൽ എന്താണ്? പ്രാഥമിക മേഖല ഇതാണ് പ്രാഥമിക മേഖല കേട്ടോ. അതിൻ്റെ ഉദാഹരണ സഹിതം കൊടുത്തിട്ടുണ്ട്. സെക്കൻഡറി ദ്വിതീയ മേഖല എന്നാൽ എന്ത്? എല്ലാത്തിനും എക്സാമ്പിൾ ഉൾപ്പെടെയാണ് തന്നിരിക്കുന്നത് കേട്ടോ.
സെക്കൻഡറിയുടെ മലയാളമാണിത്. ഇത്രയും. ടെറിഷറി തൃതീയ മേഖല അതിൻ്റെ മലയാളവും ഇംഗ്ലീഷുമാണ്. മലയാളം അതിൻ്റെ നമ്മുടെ പ്രാഥമിക മേഖലയും സെക്കൻഡറി മേഖലയും ടെറിഷറിയുടെയും കണ്ടോ എക്സാം ഏതൊക്കെയാണെന്ന് കണ്ടോ നോക്കണേ. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത് കേട്ടോ. ഇത് നമ്മളെടുത്ത് എഴുതാൻ ഇതൊക്കെ ആയിരിക്കും ചോദ്യം. അടുത്ത വ്യവസായങ്ങളുടെ വളർച്ചയെക്കുറിച്ച് ഗ്രോത്ത് ഓഫ് ഇൻഡസ്ട്രി ഇതങ്ങ് എഴുതിയെടുക്കണേ നിങ്ങൾ കേട്ടോ. ഇത് മലയാളമാണ്. അതായത് മലയാളം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം വ്യവസായങ്ങളുടെ വളർച്ച, ഗ്രോത്ത് ഓഫ് ഇൻഡസ്ട്രി. കണ്ടോ, ആദ്യത്തെ ഒരു 2-3 വരിയെങ്കിലും എഴുതി വെച്ച് പഠിക്കണേ കേട്ടോ. എല്ലാ ചാപ്റ്ററിൻ്റെയും നോട്ട് ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഏത് ചാപ്റ്ററാണോ നിങ്ങൾ പ്രൊഡക്ഷൻ എന്നാൽ എന്ത്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അടുത്ത ലാൻഡ്, ഭൂമിയെക്കുറിച്ച് അതിനകത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഭൂമി. 2 ലേബർ, ഭൂമിയുടെ മലയാളം ഉണ്ട്. ലേബർ തൊഴിലിനെ കുറിച്ച്, തൊഴിൽ അതിൻ്റെ മലയാളം. ക്യാപിറ്റൽ മൂലധനം, മൂലധനത്തിൻ്റെ ഇംഗ്ലീഷ് എന്താ, മൂലധനം. ഓർഗനൈസേഷൻ സംഘാടനം, അതിൻ്റെ മലയാളം, അതിൻ്റെ ഇംഗ്ലീഷ്. എല്ലാ ചാപ്റ്ററിൻ്റെയും നോട്ടുണ്ട് കേട്ടോ, എല്ലാ ചാപ്റ്ററിൻ്റെയും. നോക്കിയേ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും അതിൻ്റെ റിവാർഡുകളും. ലാൻഡ് ആണെങ്കിൽ ഇത് നോക്കണേ നിങ്ങൾ. ലാൻഡ് ആണെങ്കിൽ അവർക്ക് എന്താ കൊടുത്തിരിക്കുന്നത്, റെൻ്റാണ് കേട്ടോ, റെൻറ്റ്. ഇനി തൊഴിലാണെങ്കിൽ അവർക്ക് എന്താ കൊടുക്കുന്നത്, വേജസ് ആണ് അല്ലേ. അവർക്ക് എന്താ കൊടുക്കുന്നത്, കൂലി വേജസ് ആണ്, അല്ലാതെ മീൻസ് വേജസ് ആണ്. ക്യാപിറ്റൽ മൂലധനമാണെങ്കിലോ അവർക്ക് ഇൻട്രസ്റ്റ് ആണ് കേട്ടോ, പലിശ. ഓർഗനൈസേഷൻ സംഘാടനമാണെങ്കിൽ അവർക്ക് പ്രോഫിറ്റ് ആണ്. ഇത് തിരിഞ്ഞു പോലെ കേട്ടോ, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. കൺസംഷൻ എന്നാൽ എന്താണ്, കൺസ്യൂമർ എന്നാൽ എന്താണ്. ആ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ആവും നിങ്ങൾ. ആസ് എ കൺസ്യൂമർ ദ റൈറ്റ് ഹാവ്, ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ നമുക്കുള്ള അവകാശങ്ങൾ എന്തെല്ലാം, അവകാശങ്ങൾ. ക്വാളിറ്റി, അക്യുറസി, ക്രെഡിബിലിറ്റി അല്ലേ, ഇതെല്ലാം വേണം. ഇത് അമ്മമാരാന്ന് തോന്നുന്നു പെട്ടുപോകുന്നില്ലേ. ഇതെല്ലാം കൂടെ അവരെങ്ങനെ എഴുതിയെടുക്കാനാ. ഈ ഫോണിൽ തന്നെ നോക്കിയിരുത്തി അങ്ങ് പഠിപ്പിച്ചാൽ മതി നിങ്ങൾ കേട്ടോ. രക്ഷകർത്താക്കളുടെ അടുത്തുകൂടാണ് ഞാൻ പറയുന്നത്. ഫോണിൽ തന്നെ എടുത്തിട്ട് പിടിച്ചിരുത്തണം. നല്ലൊരു വടി എടുക്കണം കേട്ടോ. നല്ലൊരു വടി എടുത്ത് വെച്ചിട്ട്, 1 വേർഡ് അല്ലേ, നമ്മൾ ഒരു വട്ടം 1-2 വട്ടം പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, പിടിച്ചെടുത്ത് ചോദിക്കുക, അത്രയേ ഉള്ളൂ. എടുത്തിട്ട് അങ്ങ് നോക്കണം. പഠിച്ചില്ലേ, കാരണം നമ്മൾ കഷ്ടപ്പെടുന്നത് ഇതിനൊക്കെ വേണ്ടിയില്ലേ. ഇതൊക്കെ വായിച്ചു കൊടുത്താൽ തന്നെ ഒരു 10 എണ്ണം വായിച്ചു കൊടുത്തിട്ട് ഒരു 5 എണ്ണമെങ്കിലും പറയുന്നുണ്ടോ ഇല്ലയോ നോക്കണം. ഓക്കെ, അതുകൊണ്ട് നമ്മുടെ കോണ്ടിനെൻറ്റുകൾ ഏത്, ലാർജസ്റ്റ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് ഓർഡറിൽ തന്നെ അങ്ങ് പഠിച്ച് മനസ്സിലാക്കണം കേട്ടോ. 1ാമത്തതും 2ാമത്തതും 3ാമത്തതും ഒക്കെ. കോണ്ടിനെൻ്റ് എന്നാൽ എന്താണ്, കോണ്ടിനെൻ്റ് എന്നാൽ എന്താണ് നമ്മൾ കുറേ പറഞ്ഞ കുഞ്ഞുങ്ങൾ. 7 ഭൂഖണ്ഡങ്ങളാണ്ട്, 7 ഭൂഖണ്ഡങ്ങൾ ഈസ്റ്റ് വെസ്റ്റും ഒക്കെ ഭൂഖണ്ഡങ്ങൾ. ഓക്കെ, പിന്നെ ഏഷ്യയുടെ ഏത് ഭാഗത്താണ് കര അതിർത്തി ഉള്ളത്. ഏഷ്യയെക്കുറിച്ച് എഴുതാൻ നിങ്ങളോട് ചോദിക്കും. ഏഷ്യ നമ്മുടെ ഏഷ്യയെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ എഴുതിയേക്കണം. ഏഷ്യ എന്താണെന്ന് എല്ലാം മലയാളത്തിൽ എഴുതി വെച്ചുകൊണ്ടേ നമുക്ക് എളുപ്പമല്ലേ. ഏഷ്യ. വാട്ട് ആർ ദ അതർ മൗണ്ടൻസ് ഇൻ ഏഷ്യ. ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ നദി, ഇതൊക്കെ നമ്മൾ പറഞ്ഞ. ഡിസേർട്ട് എന്താണ്, മുമ്പ് ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ മലയാളം ഉണ്ടെന്ന്. താണ്ടോ ഡിസേർട്ട്, മരുഭൂമിയെക്കുറിച്ച്. മുമ്പ് ഞാൻ മലയാളം വായിച്ചപ്പോൾ 1 വേർഡ് വായിച്ചപ്പോൾ നിങ്ങൾ ചോദിച്ച് കാണും, മനസ്സിൽ വിചാരിച്ച് കാണും ഇതിന് ഇംഗ്ലീഷ് ഇല്ലയോ എന്ന് അല്ലേ. പ്ലെയിൻസ് സമതലങ്ങൾ കണ്ടോ, ഇംഗ്ലീഷ് കണ്ടോ, അതിൻ്റെ എല്ലാം മലയാളം ഉണ്ട്. സമതലങ്ങൾ എന്നാൽ എന്താണ്, പ്ലേറ്റ്യൂസ് പീഠഭൂമികൾ എന്നാൽ എന്താണ്. മുമ്പ് ഞാൻ ആ 1 വേർഡ് വായിച്ചില്ലയോ നിങ്ങളെ, അതായത് കേട്ടോ. അതിൻ്റെ ഇംഗ്ലീഷും മലയാളവും കണ്ടോ. ഭൂപ്രകൃതി വിഭാഗം പേജ് നമ്പർ 90 ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഏഷ്യയുടെ ക്ലൈമറ്റ് എങ്ങനെയാണെന്ന് ഒന്ന് അറിഞ്ഞു വെച്ചേക്കണേ. ഏഷ്യയുടെ ക്ലൈമറ്റ്, ഏഷ്യയുടെ വടക്ക് ഭാഗം ധ്രുവപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്നില്ല, അവയ്ക്ക് തണുപ്പ് കൂടുതലാണെന്നും കേട്ടോ. പടിഞ്ഞാറ് ഭാഗത്ത് ചൂട് കൂടുതലാണ്. ഇതൊക്കെ അങ്ങ് എഴുതിയെടുത്തോണേ കേട്ടോ. മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. സമാധാനത്തെ എഴുതിയെടുക്കുക, എല്ലാം സമാധാനമല്ലേ. ഏഷ്യയുടെ അതിശൈത്യം അനുഭവപ്പെടുന്ന പ്രദേശമാണ് സൈബീരിയ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം, ലോകത്തിലാണ്
മൗസിൻഡ്രം. പിന്നെ അത്യുഷ്ണം അനുഭവപ്പെടുന്ന പ്രദേശം അറേബ്യൻ മരുഭൂമി. ഏഷ്യയുടെ കേട്ടോ, ഇതെല്ലാം ഏഷ്യയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ്. ഏഷ്യയിലെ ഫ്ലോറ ആൻഡ് ഫൗന, സസ്യജന്തുജാലങ്ങൾ ഏഷ്യയിൽ എന്തൊക്കെയാണ്? അവിടുത്തെ ഹ്യൂമൻ ലൈഫ് എങ്ങനെയൊക്കെയാണ്? ജനജീവിതം എങ്ങനെയൊക്കെയാണ്? ഇനി നമ്മൾ രണ്ടാമത് ആഫ്രിക്കയെക്കുറിച്ചാണ്. ആഫ്രിക്ക ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് കോണ്ടിനെൻറ്റ്. ആഫ്രിക്ക സഹാറ ലാർജസ്റ്റ് ഹോട്ട് ഡിസേർട്ട്. ഇതൊക്കെ നല്ലാണ്ട്. ഇത് മലയാളവും ഇംഗ്ലീഷും ഉണ്ട് കേട്ടോ. സഹാറ മരുഭൂമിയെക്കുറിച്ച് ചോദിച്ചാലേ സഹാറ. ഉഷ്ണമേഖലാ മഴക്കാടുകളിലെ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. അതിൻ്റെ മലയാളം, അതിൻ്റെ ഇംഗ്ലീഷ്. ആഫ്രിക്കയെക്കുറിച്ച് ചോദിച്ചാണ്ട് ആഫ്രിക്ക. നോർത്ത് അമേരിക്കയെക്കുറിച്ച് ചോദിച്ചാൽ പ്രയറീസൊക്കെ കണ്ടോ? പ്രയറീസ്, പുൽമേടുകൾ, വടക്കേ അമേരിക്കയിലെ പുൽമേടുകൾ. മിസോറിയ, അതൊക്കെ നമ്മൾ പറഞ്ഞല്ലേ. ഗ്രാൻഡ് കാനിയോണിനെ കുറിച്ച്. ഞാൻ വായിക്കാത്തത് എന്താണെന്നറിയാമോ? നമ്മൾ കുറേ പറഞ്ഞതാട്ടോ ഇതൊക്കെ, കാനിയോണിനെ കുറിച്ചൊക്കെ. അല്ലേ, ഗ്രാൻഡ് കാനിയോണിനകത്തിലെ ബൃഹത്താഴ്വര, മൃഗങ്ങൾ, സസ്യങ്ങൾ. എവിടുത്തെയാ? ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന എന്തോത്തിനെയാ? ആമസോൺ മഴക്കാടുകളെ. സൗത്ത് അമേരിക്കയെക്കുറിച്ച്. തെക്കേ അമേരിക്ക നമ്മുടെ ടെസ്റ്റ് കിടപ്പുണ്ട്. ലോകത്തിലെ ഏറ്റവും നീളമേറിയ പർവ്വതനിരയായ ആൻഡീസ്, ഏറ്റവും വലിയ നദിയായ ആമസോൺ തെക്കേ അമേരിക്കയിലാണ് കേട്ടോ. അറ്റക്കാമ, തെക്കേ അമേരിക്കയുടെ മറ്റൊരു ഭൂപ്രകൃതി സവിശേഷത അറ്റക്കാമ. അത് ഏത്? അതുപോലെ പാൻഡനൽ, തെക്കേ അമേരിക്കയിലെ ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണമേഖല തണ്ണീർത്തടം. തണ്ണീർത്തടം എന്ന് വെച്ചാൽ എന്താണ്? വെറ്റ് ലാൻഡ് അല്ലേ? ആ താഴെ കൊടുപ്പുണ്ട്. എന്താണ്? പാൻഡനൽ എന്നാണ് കേട്ടോ. പാൻഡനൽ നിന്ന് സൗത്ത് അമേരിക്ക ഇൻ വൺ ഓഫ് ദ ലാർജസ്റ്റ് ട്രോപ്പിക്കൽ വെറ്റ് ലാൻഡ് ഏരിയ ഇൻ ദ വേൾഡ്. ഇതൊക്കെ ഒരു മാർക്കിൻ്റെ ചോദ്യമാണ്. ഞാൻ സെപ്പറേറ്റ് എഴുതിയില്ലെന്ന് വിചാരിച്ച് പഠിക്കാതിരിക്കരുത് കേട്ടോ. സൗത്ത് അമേരിക്കയിലെ ഫ്ലോറ ആൻഡ് ഫൗന ഏതൊക്കെയാണ്? അന്റാർട്ടിക്കയെക്കുറിച്ച് നോക്കിയേ. അന്റാർട്ടിക്ക വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക്കയാണേ, വെളുത്തത്. അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ പർവ്വതമാണ് വിൽസൺ മാസിഫാണ്. വിൻസൺ മാസിഫ്. വർഷം മുഴുവനും മഞ്ഞ് മൂടിക്കിടക്കുന്ന ശീത മരുഭൂമിയാണ് അന്റാർട്ടിക്ക. ഇതൊക്കെ വായിച്ചേ കുഞ്ഞുങ്ങളെ. മനുഷ്യവാസം തീരെ ഇല്ലാത്ത ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക കേട്ടോ. ഇതൊക്കെ നിങ്ങൾ വായിക്കണം. നിങ്ങൾ 2-3 വട്ടം വായിക്കുമ്പോൾ തന്നെ ഇതിനകത്തിൽ എന്തൊക്കെയാണെന്ന് മനസ്സിലാവും. വെളുത്ത ഭൂഖണ്ഡവും കറുത്ത ഭൂഖണ്ഡവും കേട്ടോ. അടുത്ത യൂറോപ്പ് സ്റ്റെപ്പി. ഓർമ്മയുണ്ടോ? യൂറോപ്പിലെ സ്റ്റെപ്പി. നമ്മൾ വൺ വേർഡ് അതിനകത്തിലെ പകുതിയും പറഞ്ഞതാണ്. 4 ഫിജോയിഡ്സും ഒക്കെ. ഇത് മലയാളം, ഇതിൻ്റെ തൊട്ട് മേളിലത്തെ ഇംഗ്ലീഷുമാണ് കേട്ടോ. ഈ ഇംഗ്ലീഷ് നോക്കിയിട്ട് എന്തെങ്കിലും വായിക്കുന്നതിലോ എഴുതിലും സംശയം ഉണ്ടെങ്കിൽ ആ താഴെ മലയാളം നോക്കണേ. അടുത്ത അന്റാർട്ടിക്ക. വെളുത്ത ഭൂഖണ്ഡമാണ്, അതല്ലേ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ വെളുത്തിപ്പോൾ അതങ്ങ് കറുത്തേരിയില്ലേ. അടുത്ത ലാസ്റ്റിലത്തെ കുഞ്ഞുങ്ങളെ ഓസ്ട്രേലിയ നോക്കിയേ. സ്മാളസ്റ്റ് കോണ്ടിനെൻ്റ് ആണ്. ഗ്രേറ്റ് വിക്ടോറിയയെക്കുറിച്ച്, ഗ്രേറ്റ് ബെറിയർ റീഫ്, കോറൽ റീഫ്. ഓസ്ട്രേലിയ ഫ്ലോറ ആൻഡ് ഫൗന എന്തൊക്കെയാണ്? ഗ്രേറ്റ് ബാരിയർ റീഫൊക്കെ അങ്ങനെല്ലാം വരുന്നത് ഓസ്ട്രേലിയ കേട്ടോ. മുറേ ഡാർലിംഗ് നദീതടം ഫലപുഷ്ടിയാർന്ന കാർഷിക മേഖലയാണ്. ഓക്കെ, ആ പാഠത്തിനകത്ത് അത്രയും മതി. ഏതാ? 7 7ാമത്തെ. ഇഷ്ടംപോലെ എഴുതി. 8ാമത്തെ ചാപ്റ്റർ ആവും ഞങ്ങളെ ടുവേർഡ്സ് സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി. കണ്ടോ? ടുവേർഡ്സ് സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി. അതിനകത്തിലെ റിച്ചു, കുടക്കല്ലും തൊപ്പിക്കല്ലും മെഗാലിത്തിക് ഏജും മെഗാലിത്തിക് മോണുമെൻറ്റ്സും ഒക്കെ നമ്മൾ പറഞ്ഞു. എന്താണ് മെഗാലിത്തിക് ഏജ്? ഇതാ കിടക്കുന്നുണ്ടോ? മെഗാലിത്തിക് ഏജ്. മഹാശിലായുഗം എന്നാൽ എന്ത്? മലയാളം പഠിക്കേണ്ടവർക്ക് തന്നെ മലയാളം. ഇമ്പോർട്ടൻസ് മെഗാലിത്തിക് ഇന്ത്യയിലെ ഏതൊക്കെയാണ്? അതൊക്കെ നമ്മൾ വൺ വേർഡിൽ പറഞ്ഞതാ. എന്നാലും ഓക്കെ, ഓരോ സ്ഥലത്തെ
സൗത്ത് ഇന്ത്യയെക്കുറിച്ച്, ദക്ഷിണ ഇന്ത്യയെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ട് ഇതൊക്കെ അങ്ങ് എഴുതണം. ദക്ഷിണ ഇന്ത്യ, സൗത്ത് ഇന്ത്യ, അതിൻ്റെ ഇംഗ്ലീഷ്, മഹാശിലാ സ്മാരകങ്ങൾ, മേജർ മകാലിത്തിക് കേന്ദ്രങ്ങൾ, മേജർ മഹാശിലാ സ്മാരകങ്ങൾ, മെഗാലിത്തിക് കൾച്ചർ, ഇത് നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞതല്ലേ. തമിഴകം എന്നാൽ എന്താണ്? തമിഴകം, തമിഴ് പറയുന്നവരെയാണോ? ദക്ഷിണേന്ത്യൻ പ്രദേശം പ്രാചീന കാലത്ത് തമിഴകം എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് കേട്ടോ. തമിഴകം. സംഘം വർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സംഘം വർക്ക് കേട്ടോ. അകം സോങ്സും പുറം സോങ്സും ഒക്കെ നടക്കുന്നത്. എന്താണ് അകം സോങ്സ് പുറം സോങ്സ് അല്ലേ? എന്താ സംഘകൃതിയിൽ പൊതുവിൽ അകം പാട്ടുകൾ പുറം പാട്ടുകൾ അല്ലേ? കുടുംബജീവിതത്തെയും സാമൂഹിക ജീവിതത്തെയും പരാമർശിക്കുന്നത് അകം പാട്ടുകളും സാമ്പത്തികവും രാഷ്ട്രീയവും സൈന്യവും ഒക്കെ അത് പുറം പാട്ടുകളുമാണ്. സംഘം വർക്ക് എന്നാൽ എന്താണ്? കണ്ടോ, സംഘം കൃതികൾ. വർക്കെന്ന് വെച്ചാൽ കൃതി എന്നാണ് ഇവിടെ. അതിൻ്റെ മലയാളവും ഉണ്ട് ഇംഗ്ലീഷും ഉണ്ട്. മധുരയിലാണ് കേട്ടോ സംഘങ്ങൾ. മധുര. ഇമ്പോർട്ടൻ്റ് സംഘം ലിറ്റററി വർക്ക്സുകൾ, പ്രധാനപ്പെട്ട സംഘകൃതികൾ. അകനാണൂറ് പുറനാണൂറൊക്കെ നമ്മൾ കുറേ പറഞ്ഞതാണ്. തിരുക്കുറൽ ഇളങ്കോ ചോലയായി തമിഴകമാകെ ഇതെല്ലാം നമ്മൾ പറഞ്ഞതാ കേട്ടോ. ഇതൊക്കെ 2 മാർക്കിൻ്റെ ഉണ്ട് ഇതിനകത്തിൽ. അതാണ് ഞാൻ ഇനി കാണിക്കുന്നത് കേട്ടോ. ഇതിനെ പിന്നെയും കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1 മാർക്കിൻ്റെ ആണ്, ഇത് 2 മാർക്കിൻ്റെ ആണ് കേട്ടോ. സോഷ്യോ എക്കണോമിക് ലൈഫ് ഇൻ ദ സംഘം ഏജ്. സംഘകാലത്തിലെ സാമൂഹിക ജീവിതത്തിൻ്റെ ജീവിതം എന്താണ്? സോഷ്യൽ ലൈഫ്, അവരുടെ സാമൂഹിക ജീവിതം നോക്കൂ നിങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നെന്ന് കണ്ടോ. എന്നാൽ സാമ്പത്തിക ജീവിതം അവരുടെ എങ്ങനെയായിരുന്നു എന്ന് നോക്കിയേ. സമ്പത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് വല്ലതും ഉണ്ടായിരുന്നോ? നോക്കുക എന്ന് വെച്ചാൽ വായിച്ച് മനസ്സിലാക്കുക എന്നാണ്. എക്കണോമിക് ലൈഫിൽ എന്തൊക്കെയായിരുന്നു? ന്യൂറിനോടുണ്ടല്ലോ. തിണകൾ എന്നാൽ എന്താണ്? ഐന്തിണകൾ 5 എണ്ണം കൂടി ചേരുന്നത് ഐന്തിണ. അത് ഏതൊക്കെയാണെന്നാണ് താഴെ കിടപ്പുണ്ട് കേട്ടോ. ഏതാണെന്നറിയാമോ നിങ്ങളെ? തിണകൾ, അതായത് കുറിഞ്ചി എന്ന് പറയുന്നുണ്ട്. അവർ ഈ കാട് മലകളിലൊക്കെ താമസിക്കുന്നതാണ് കേട്ടോ. മുല്ലയുണ്ട്. മുല്ല എന്ന് വെച്ചാൽ പുൽമേടുകൾ, കുറ്റിക്കാടുകൾ അങ്ങനെയുള്ളിടത്ത് താമസിക്കുന്നവരെ മുല്ല എന്ന് പറയുന്നത്. പാലയുണ്ട്. പാല എന്ന് വെച്ചാൽ വരണ്ട പ്രദേശത്തൊക്കെ താമസിക്കുന്നവരാണ്. മരുതം എന്ന് പറയുന്നുണ്ട്. അവർ ഈ കൃഷിയെ ആശ്രയിച്ചൊക്കെ കഴിയുന്നവരാണ്. പിന്നെ നെയ്തലുണ്ട്. നെയ്തൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരപ്രദേശങ്ങൾ, മീൻ പിടിക്കുന്ന അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്നതാണ് നെയ്തൽ. അങ്ങനെ 5 എണ്ണം ഉണ്ട് കേട്ടോ. 5 തിണകളുണ്ട് കേട്ടോ. തിണകൾ 5 എണ്ണം ഉണ്ട്. അത് നല്ലപോലെ ഓർഡറിൽ തന്നെ പഠിക്കണം കേട്ടോ. ഓർഡറിലേലും വേണ്ടിയില്ല, പഠിക്കണേ. അങ്ങാടികൾ എന്നാൽ എന്താണ്? ചന്ത അല്ലേ? അങ്ങാടി എന്താ? അതിൻ്റെ മലയാളവും ഉണ്ട് ഇംഗ്ലീഷും ഉണ്ട്. പ്രാചീന തമിഴകത്തെ അങ്ങാടികൾ ഏതൊക്കെയായിരുന്നു എന്ന് ചോദിക്കാം കേട്ടോ. ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണേ. അല്ലാലാവണയും നാലങ്ങാടിയും കേട്ടോ. അല്ലാലാവണ എന്ന് വെച്ചാൽ പകൽ സമയത്ത് ഇല്ല, വൈകിട്ടത്തെ ചന്തയാണ് അല്ലലാവണ. പിന്നെ എന്താ, രാവിലത്തെ പകൽ സമയത്തെയാണ് നാലങ്ങാടി കേട്ടോ. രാഷ്ട്രീയ വ്യവസ്ഥ അവിടുത്തെ എങ്ങനെയൊക്കെയായിരുന്നു? അവർ ചേരന്മാരും പാണ്ഡ്യാസും ചോളാർസും ഒക്കെ ആയിരുന്നു അവിടുത്തെ ഭരണാധികാരി അല്ലേ. മൂവരശർ എന്നാൽ എന്താണ്? എല്ലാ അരശരെക്കുറിച്ചും ഇതിനകത്തിലുണ്ട്. നിങ്ങൾ പഠിക്കുക, ഒക്കാവുന്നതിനെയൊക്കെ പഠിക്കുക. കോക്കോൻ കടുങ്കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെയാണ്? ഇവരെ കേട്ടോ. ഈ മൂവരെയാണ് പറയുന്നത്. ചോള, പാണ്ഡ്യ, ചേര, ഇവരെ 3 പേരെയും കൂടെ പറയുന്ന പേരാണ് കോക്കോൻ കടുങ്കോ എന്ന് പറഞ്ഞത് കേട്ടോ. ഇത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞതാണ് അല്ലേ. ഇതിൻ്റെ ക്യാപിറ്റൽ പാണ്ഡ്യയുടെ മധുരൈ, ചോളയുടെ ഉറയൂര്, മറ്റേത് ചേരയുടെ വാഞ്ചി. മഹോദയപുരത്തെ പെരുമാക്കളെ കുറിച്ച് കേട്ടോ. എന്താണ് ഈ മഹോദയപുരം എന്ന് വെച്ച് കഴിഞ്ഞാൽ? അതാണ്ട് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ, വായിച്ചാൽ മതി. പെരുമാൾ അഡ്മിനിസ്ട്രേഷൻ, പെരുമാൾ ഭരണം എങ്ങനെയായിരുന്നു? ഒന്നും പറയണ്ട ഇല്ലയോ. ഇവിടെ എല്ലാം നടക്കും. നിങ്ങളെ പഠിക്കാൻ പരൂപത്തിനാണ് ഞാൻ എഴുതി വെച്ചിരിക്കുക കേട്ടോ. നല്ല കിടുക്കാച്ചി സെൻറ്റൻസുകളായിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതിൻ്റെ മലയാളം കിടുക്കാച്ചി മലയാളമാണ് ഇത് കേട്ടോ. എല്ലാം കിടുക്കാച്ചി. പക്ഷേ ഇതൊക്കെ പിള്ളേരെങ്ങനെ പഠിക്കുമല്ലേ? അന്നങ്ങ് പഠിച്ചാൽ മതി. ഇതൊക്കെ നിങ്ങളെല്ലാം പഠിച്ച കാര്യങ്ങളല്ലേ കുഞ്ഞുങ്ങളെ. നമ്മൾ ട്യൂഷനും സ്കൂളിലും ഒക്കെ പോയിട്ട് പഠിച്ച കാര്യങ്ങളല്ലേ. അതെല്ലാം കൂടെ ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ.
ഓരോ ദിവസവും ഓരോ ചാപ്റ്ററൊക്കെ വെച്ചിട്ട് പഠിക്കുക കേട്ടോ. പരീക്ഷയുടെ തലേന്ന് ഇതെല്ലാം കൂടെ പഠിക്കാനായിട്ടിരിക്കല്ലേ. സാമ്പത്തിക പുരോഗതി എങ്ങനെയൊക്കെയായിരുന്നു, പൊളിറ്റിക്കൽ കഴിഞ്ഞു, സാമ്പത്തിക പുരോഗതിയിൽ എങ്ങനെയൊക്കെയായിരുന്നു. ഇതിനകത്തിലൊരു 3 പോയിന്റ് പഠിക്കുക കേട്ടോ. എക്കണോമിക് ഡെവലപ്മെൻറ്റ്, സാമ്പത്തിക പുരോഗതിയുടെ ഏതെങ്കിലും ഒരു 3 പോയിന്റ് നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. എൻ്റെ മലയാളമാണിത്, പെരുമാളുടെ സാമ്പത്തിക പുരോഗതിയുടെ. കൾച്ചറൽ സംസ്കാരം എങ്ങനെയൊക്കെയായിരുന്നു. നാടുവാഴി സ്വരൂപത്തെക്കുറിച്ച്, നാടുവാഴി എൻ്റെ മലയാളം. നാടുവാഴി സ്വരൂപങ്ങളിൽ പ്രധാനപ്പെട്ടവ ഏതൊക്കെയാണ്? ജന്മി സിസ്റ്റം, മക്കത്തായവും മരുമക്കത്തായവും, അത് ഞാൻ മുമ്പ് പറഞ്ഞതാണ് അല്ലേ. മക്കത്തായവും മരുമക്കത്തായം മുമ്പ് പറഞ്ഞതാ. എന്നാലും കേരളത്തിൽ നിന്ന പ്രധാന നാടുവാഴി സ്വരൂപങ്ങൾ, ഈ പേര് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. കേരളത്തിൽ നിലനിന്ന പ്രധാന നാടുവാഴി സ്വരൂപങ്ങൾ. കോലത്തുനാട് സ്വരൂപം എന്തായിരുന്നു? 3-4 എണ്ണത്തിൻ്റെ പേരുണ്ടല്ലോ, അതിൽ ഓരോന്നും എന്തൊക്കെയായിരുന്നു. നെടിയിരുപ്പ് സ്വരൂപമുണ്ട്, അതെന്തുമായിരുന്നു? പെരുമ്പടപ്പ് സ്വരൂപം, അതെന്തുമായിരുന്നു? തൃപ്പാപ്പൂർ സ്വരൂപമുണ്ട്, അതെന്തുമായിരുന്നു? മാമാങ്കം എന്നാൽ എന്താണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ചും ശക്തൻ തമ്പുരാനെക്കുറിച്ചും ഒന്ന് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ 2 പേരെക്കുറിച്ചും ഉണ്ട് കേട്ടോ. അവർ 2 പേരും എന്തൊക്കെയായിരുന്നു, എങ്ങനെയൊക്കെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയൊക്കെയായിരുന്നു, നോക്കിയായിരുന്നു. ഓക്കെ നിങ്ങളെ, അതാണ് നമ്മുടെ ലാസ്റ്റ് പാഠം. 9ാമത്തെ ചാപ്റ്റർ ഭരണഘടനയെക്കുറിച്ചാണ്. ഭരണഘടന എന്നാൽ എന്താ, നിങ്ങൾ ഇതിനകത്ത് എന്താണെന്നറിയോ, കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാൽ എന്തെന്ന് പഠിക്കുക. പിന്നെ ഇതിനകത്ത് ഞാൻ ഭരണഘടനയെക്കുറിച്ചൊക്കെ നമ്മളൊരു ലിങ്ക് ഇട്ടതാണ്. മീൻസ് ഭരണഘടന എന്നാൽ എന്ത്, അതിനകത്ത് ഇല്ലാണ്ട് മാഗ്ന കാർട്ട എന്താണെന്ന് പഠിച്ചു വെച്ചേരാം നിങ്ങൾ കേട്ടോ. മാഗ്ന കാർട്ട എൻ്റെ ഇംഗ്ലീഷാണിത്, എൻ്റെ മലയാളമാണിത് കേട്ടോ. മാഗ്ന കാർട്ട. ബാക്കിയുള്ളത് എനിക്ക് ഇത് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ലോ നിങ്ങൾ. എന്നാലും ഉണ്ടോ, സ്കൂളുകളിൽ ചില സ്കൂളുകളിൽ ഉണ്ടെന്നും ഇല്ലെന്നും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്നും നോക്കി വെച്ചിരിക്കുക കേട്ടോ. ഉണ്ടെങ്കിൽ ഫ്രഞ്ച് വിപ്ലവം എന്നാണ് ഈ ഫ്രഞ്ച് വിപ്ലവം? 1789. ആ ഡേറ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. 789 എന്നുള്ളത് അതിനകത്തിലെ 1 വേഡ് ക്വസ്റ്റ്യനാണിത്. അത് ഞാൻ അതിനകത്ത് തന്നിട്ടില്ല കേട്ടോ. ഹാമുറാബിയെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ ഇതാകണ്ടെന്ന് വിചാരിച്ച് ഞാൻ അതിനകത്തിലൊന്നും പറഞ്ഞിട്ടില്ല. മാഗ്ന കാർട്ട ഒന്ന് പഠിച്ചു വെച്ചാൽ കേട്ടോ. അപ്പോൾ നമ്മൾ സോഷ്യലിൻ്റെ ക്രിസ്മസ് പരീക്ഷയുടെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇട്ടിട്ടുണ്ട് നിങ്ങളെ. 9ാമത്തെ ചാപ്റ്ററാണിത്, കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ്. ഞാനത് നോട്ട് ഇല്ലെന്ന് തോന്നുന്നു, കാരണം ഇതെല്ലാം കൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് മാഗ്ന കാർട്ട എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷൻ എന്തോന്നും ഒക്കെ ഒന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ. പിന്നെ ഫ്രഞ്ച് റവല്യൂഷൻ്റെ എന്നാന്നും ഒക്കെ കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ വൃത്തിയായിട്ട് എഴുതിയെടുക്കുക, ഒക്കാവുന്നതിൻ്റെ മാക്സിമം ഇരുന്ന് പഠിക്കുക. എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ. നല്ലപോലെ വൃത്തിയായിട്ടിരുന്ന് പഠിച്ച് പരീക്ഷ എഴുതണം കേട്ടോ. അതുപോലെ ഇത് എഴുതിയെടുത്തിട്ട് കമൻറ്റ് പറയണം കുഞ്ഞുങ്ങളെ കേട്ടോ. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്തായാലും നിങ്ങൾക്ക് കമൻറ്റ് പറയാം കേട്ടോ. നിങ്ങളുടെ സയൻസിൻ്റെ ഇട്ടിട്ടുണ്ട്, ഇനി മാത്സ് ഇടുന്നുണ്ട്, ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ കമൻറ്റ് പറയണം കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.